ഒന്നുമില്ലായ്മയിൽ നിന്നെന്നെ ഉയർത്തിയ നിൻ സ്നേഹമോർക്കുമ്പോ നന്ദിയാൽ പാടി. ഒന്നുമില്ലായ്മയിൽ നിന്നെന്നെ ഉയർത്തിയ നിൻ സ്നേഹമോർക്കുമ്പോ നന്ദിയാൽ പാടി. നീ എന്നെ സ്നേഹിപ്പാൻ ഞാനെന്തുള്ളോ നാഥ, നീ എന്നെ ഓർക്കുവാൻ അനുഗ്രഹമെന്നും. നീ എന്നെ സ്നേഹിപ്പാൻ ഞാനെന്തുള്ളോ, നീ എന്നെ ഓർക്കുവാൻ അനുഗ്രഹമെന്നും. ഒന്നുമില്ലായ്മയിൽ നിന്നെന്നെ ഉയർത്തിയ നിൻ സ്നേഹമോർക്കുമ്പോൾ നന്ദിയാൽ പാടുന്നു. നീ എന്നെ സ്നേഹിപ്പാൻ ഞാനെന്തുള്ളോ, നീ എന്നെ ഓർക്കുവാൻ അനുഗ്രഹമുണ്ട്. നീ എന്നെ സ്നേഹിപ്പാൻ ഞാനെന്തുള്ളോ നാഥ, നീ എന്നെ ഓർക്കുവാൻ അനുഗ്രഹമുണ്ട്. ആകുലവേളകളിൽ ആശ്വാസമായി ഭാരത്തിൻ നാളതിൽ അത്താണിയായി. ആകുലവേളകളിൽ ആശ്വാസമായി ഭാരത്തിൻ നാളതിൽ അത്താണിയായി. നീ എന്നെ സ്നേഹിപ്പാൻ ഞാനെന്തുള്ളോ, നീ എന്നെ ഓർക്കുവാൻ അനുഗ്രഹമുണ്ടല്ലോ. നീ എന്നെ സ്നേഹിപ്പാൻ ഞാനെന്തുള്ളോ, നീ എന്നെ ഓർക്കുവാൻ അനുഗ്രഹമുണ്ടല്ലോ. തലമുറ തലമുറയായി കരുതുന്ന ദൈവമേ, നിൻ സ്നേഹത്തിൻ ആഴം ആർക്കു വർണ്ണിച്ചില്ല. തലമുറ തലമുറയായി കരുതുന്ന ദൈവമേ, നിൻ സ്നേഹത്തിൻ ആഴം ആർക്കു വർണ്ണിച്ചില്ല. ഞാൻ നിന്നെ നീ എന്നെ സ്നേഹിപ്പാൻ ഞാനെന്തുള്ളോ, നീ എന്നെ ഓർക്കുവാൻ അനുഗ്രഹമുണ്ട്. നീ എന്നെ സ്നേഹിപ്പാൻ ഞാനെന്തുള്ളോ, എന്നെ ഓർക്കുവാൻ അനുഗ്രഹമുണ്ട്. ഒന്നുമില്ലായ്മയിൽ നിന്നെന്നെ ഉയർത്തിയ നിൻ സ്നേഹമോർക്കുമ്പോ നന്ദിയാൽ പാടും ഞാൻ. ഒന്നുമില്ലായ്മയിൽ
നിന്നെ ഉയർത്തിയ നിൻ സ്നേഹമോർക്കുമ്പോ നന്ദിയാൽ പാടുന്നു. നിന്നെ സ്നേഹിപ്പാൻ ഞാനെന്തല്ലോ എന്നെ ഓർക്കുവാൻ എന്നെ സ്നേഹിപ്പാൻ ഞാനെന്തല്ലോ എന്നെ ഓർക്കുവാൻ എന്നെ സ്നേഹിപ്പാൻ ഞാനെന്തല്ലോ എന്നെ ഓർക്കുവാൻ സ്തോത്രം. ആ പെണ്ണമാമച്ചി ദൈവം അനേക പാട്ടുകൾ പാടുവാൻ ദൈവമേ നാവിന് ശക്തിയും ബലവും കൊടുക്കട്ടെ. കർത്താവിന്റെ നാമത്തിൽ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇനി ആരാണ് സങ്കീർത്തനം പ്രബോധിപ്പിക്കുന്നത്? മോനിഷ. മോനിഷ സങ്കീർത്തനം പ്രബോധിപ്പിക്കും. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം. നന്ദിയോടെ സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുന്നു. സങ്കീർത്തനം 28. യഹോവേ, ഞാൻ നിന്നെ വിളിച്ചപേക്ഷിക്കുന്നു. എന്റെ പാറയായുള്ളവേ, നീ കേൾക്കാതിരിക്കരുതേ. നീ മിണ്ടാതിരുന്നിട്ടും ഞാൻ കുഴിയിൽ ഇറങ്ങുന്നവനെ പോലെ ആകാതിരിപ്പാൻ തന്നെ ഞാൻ എന്റെ കൈകളെ വിശുദ്ധാന്തര മന്ദിരത്തിലേക്ക് ഉയർത്തി നിന്നോട് നിലവിളിക്കുമ്പോൾ എന്റെ യാചനയുടെ ശബ്ദം കേൾക്കണമേ. ദുഷ്ടന്മാരോടുകൂടെ അകൃത്യം ചെയ്യുന്നവരോടുകൂടെ എന്നെ വലിച്ചു കൊണ്ടുപോകരുതേ. അവർക്ക് കൂട്ടുകാരോട് സമാധാനം സംസാരിക്കുന്നു എങ്കിലും അവരുടെ ഹൃദയത്തിൽ ദുഷ്ടതയുണ്ട്. അവരുടെ ക്രിയയ്ക്കും തക്കവണ്ണവും പ്രവൃത്തിയുടെ ദുഷ്ടതയ്ക്ക് തക്കവണ്ണവും അവർക്ക് കൊടുക്കണമേ. അവരുടെ കൈകളുടെ പ്രവൃത്തി പോലെ അവരോട് ചെയ്യണമേ. അവർക്കു തക്കതായ പ്രതിഫലം കൊടുക്കണമേ. യഹോവയുടെ പ്രവൃത്തികളെയും അവന്റെ കൈവേലയെയും അവർ വിവേചിക്കായ്ക കൊണ്ടോ അവൻ അവരെ പണിയാതെ ഇടിച്ചു കളയും. യഹോവ വാഴ്ത്തപ്പെടുമാറാകട്ടെ. അവൻ എന്റെ യാചനയുടെ ശബ്ദം കേട്ടിരിക്കുന്നു. യഹോവ എന്റെ ബലവും എന്റെ പരിചയമാകുന്നു. എന്റെ ഹൃദയം അവങ്കൽ ആശ്രയിച്ചു, എനിക്ക് സഹായവും ലഭിച്ചു. അതുകൊണ്ട് എന്റെ ഹൃദയം ഉല്ലസിക്കുന്നു, പാട്ടോടെ ഞാൻ അവനെ സ്തുതിക്കുന്നു. യഹോവ എന്റെ ജനത്തിന്റെ ബലമാകുന്നു, തന്റെ അഭിഷിക്തനു അവൻ രക്ഷാദുർഗം തന്നെ. നിന്റെ ജനത്തെ രക്ഷിച്ച് നിന്റെ അവകാശത്തെ അനുഗ്രഹിക്കണമേ. അവരെ മേയിച്ചു എന്നേക്കും അവരെ വഹിക്കണമേ. ആമേൻ. 28-ാം സങ്കീർത്തനം ദാവീദിന്റെ സങ്കീർത്തനമാണ്. അതിന്റെ ആദ്യത്തെ വാക്യം പറയുന്നത്, യഹോവേ, ഞാൻ നിന്നെ വിളിച്ചപേക്ഷിക്കുന്നു. എന്റെ പാറയായുള്ളവേ, നീ കേൾക്കാതിരിക്കരുതേ. നീ മിണ്ടാതിരുന്നിട്ട് ഞാൻ കുഴിയിൽ ഇറങ്ങുന്നവരെ പോലെ ആകാതിരിപ്പാൻ തന്നെ. ഇതിനകത്ത് ആ പ്രാർത്ഥനയുടെ ദാവീദിന്റെ അപേക്ഷയാണ്. ദാവീദ് ദൈവത്തെ വർണ്ണിക്കുന്നത്, പാറയായ ദൈവമേ, എന്റെ പാറയുള്ളവേ, നീ കേൾക്കാതിരിക്കരുതേ. എന്റെ അപേക്ഷകൾ കേൾക്കാതിരിക്കരുത്. നീ മിണ്ടാതിരുന്നിട്ടും ഞാൻ കുഴിയിൽ ഇറങ്ങുന്നവനെ പോലെ ഇരിപ്പാൻ തന്നെ. പ്രാർത്ഥനയ്ക്ക് നമ്മൾക്ക് കർത്താവ് പ്രാർത്ഥനയ്ക്ക് മറുപടി കൊടുത്തില്ലെങ്കിൽ, അവിടെ ആ പ്രാർത്ഥിച്ചവർക്ക് അതിന് മറുപടി ലഭിച്ചില്ലെങ്കിൽ, അവരുടെ പ്രാർത്ഥനയ്ക്ക് തക്ക സമയത്ത് ഉത്തരം ലഭിച്ചില്ലെങ്കിൽ അവർ വല്ലാതെ വാടിപ്പോകും. അതാ പറയുന്നത്, എന്നെ കുഴിയിൽ ഇറങ്ങുന്നവനെ പോലെ ആക്കരുതേ എന്ന് ഇവിടെ ഒരു അപേക്ഷയാണ് പറയുന്നത്. 1-ാം വാക്യം. 2-ാം വാക്യം, ഞാൻ എന്റെ കൈകളെ വിശുദ്ധാന്ത മന്ദിരത്തിലേക്ക് ഉയർത്തി എന്നോട്
നിലവിളിക്കുമ്പോൾ എന്റെ യാചനയുടെ ശബ്ദം കേൾക്കണമേ. കർത്താവിനോട് നിലവിളിച്ച് കൈകളെ വിശുദ്ധ മന്ദിരത്തിലേക്ക്, അതിവിശുദ്ധ സ്ഥലത്തിലേക്ക് നമ്മുടെ കൈകളെ ഉയർത്തി പ്രാർത്ഥിക്കുമ്പോൾ നിന്നോട് നിലവിളിക്കുമ്പോൾ എന്റെ യാചനയുടെ ശബ്ദം കേൾക്കണമേ. അവിടെ യാചിക്കുകയാണ്, ആവശ്യങ്ങൾ പറഞ്ഞ് ദൈവസന്നിധിയിൽ ഒരു ആ പ്രാർത്ഥന എന്ന് പറയുന്ന ഉള്ളീന്ന് കരച്ചിലോടെ സങ്കടത്തോടെ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുമ്പോൾ കർത്താവെ നീ ഉത്തരമരുളണമേ എന്ന് ഒരു അപേക്ഷ അവിടെ കഴിക്കുകയാണ്. 3-ാം വാക്യം പറയുന്നത്, ദുഷ്ടന്മാരോടും അകൃത്യം ചെയ്യുന്നവരോടും കൂടെ എന്നെ വലിച്ചു കൊണ്ടുപോകരുതേ. അവർ കൂട്ടുകാരോട് സമാധാനം സംസാരിക്കുന്നുവെങ്കിലും അവരുടെ ഹൃദയത്തിൽ ദുഷ്ടതയുണ്ട്. കാരണം ഇങ്ങനെ വഷളായി നടക്കുന്നവരോടെയും ദുഷ്ടത ചെയ്യുന്നവരോടെയും മറ്റുള്ളവരുടെ മുഖത്ത് നോക്കി മുഖസ്തുതി പറയും ചിലര്. അപ്പൊ അവരോടൊക്കെ നമ്മൾ ചായരുത്. മനുഷ്യന്റെ പ്രവൃത്തി, മനുഷ്യന്റെ വാർത്തയും കേട്ട് നമ്മുടെ ഹൃദയം അവരിലേക്ക് ചായരുതേ, അങ്ങനെ ആ കൂട്ടത്തിലേക്ക് എന്നെ വലിച്ചിടരുതേ എന്ന് ഇവിടെ ഒരു അപേക്ഷ കഴിക്കുകയാണ് ദാവീദ്. 4-ാം വാക്യം, അവരുടെ ക്രിയയ്ക്ക് തക്കവണ്ണവും പ്രവൃത്തിയുടെ ദുഷ്ടതയ്ക്ക് തക്കവണ്ണവും അവർക്ക് കൊടുക്കണമേ. അവരുടെ കൈകളുടെ പ്രവൃത്തി പോലെ അവരോട് ചെയ്യണമേ. അവർക്ക് തക്കതായ പ്രതിഫലം കൊടുക്കണമേ. കാരണം ദുഷ്ടതയെന്ന് നമ്മൾ മലയാളത്തിൽ പറയുമ്പോൾ ദുഷ്ടത എന്ന് പറയും, ഇംഗ്ലീഷ് ബൈബിളിൽ അത് ഈവിൾ സ്പിരിറ്റ് എന്നാ പറയുന്നത്. അപ്പം അതൊരു പൈശാചികമായി, ഈ ദുഷ്ടത എന്ന് പറയുമ്പോഴേ അത് പിശാചിന്റെ പ്രവൃത്തിയാണ് ഈ ദുഷ്ടതകൾ. കാരണം നമ്മള് പ്രാർത്ഥിക്കുമ്പോഴും ഹൃദയത്തിൽ വന്ന് ഒരു സന്തോഷമില്ലാതെ, ഹൃദയത്തിൽ വേറെ മറ്റുള്ള ദ്രോഹം അടുത്തവർക്ക് വേണ്ടി ചിന്തിക്കുന്നതും ഒരു ഈവിൾ സ്പിരിറ്റിന്റെ പ്രവർത്തനമാണ് അവിടെ. അപ്പൊ അങ്ങനെയുള്ളവർക്കെല്ലാം തക്ക സമയത്ത് അതിന് കർത്താവ് പ്രതിഫലം കൊടുക്കും. അങ്ങനെ ഒരിക്കലും നമ്മൾ നമ്മുടെ ദൈവത്തിന്റെ പ്രവൃത്തി കണ്ട് ദൈവത്തോട് യാചിക്കണം. എങ്ങനെ ദാവീദ് കഷ്ടത്തിൽ കൂടെ പോകുമ്പോഴും ഉറച്ച വിശ്വാസം ഉണ്ടായിരുന്നു. എല്ലാം പറയുന്നത് വിശ്വാസത്തിന്റെ അടിസ്ഥാനമാണ്. ഏത് കഷ്ടത്തിൽ കൂടെ പോകുമ്പോഴും നഷ്ടത്തിൽ കൂടെ പോകുമ്പോഴും പലപ്പോഴും നമ്മൾ മനുഷ്യർ തളർന്നു പോകും. പക്ഷെ തളരേണ്ട ഒരാവശ്യവുമില്ല. കാരണം നമ്മുടെ സർവശക്തനായ ദൈവം, നമ്മുടെ പാറയായ ദൈവം നമ്മോട് കൂടെ ഉണ്ട്. അപ്പൊ നമ്മൾ അതിന് തളരേണ്ട കാര്യമില്ല. പക്ഷെ അങ്ങനെ ഇരുമനസ്സോടെ പ്രവർത്തിക്കുന്നവർക്ക് ദൈവം തക്ക സമയത്ത് പ്രതിഫലം കൊടുക്കും. അവരുടെ പ്രാർത്ഥന പോലും ദൈവം കേൾക്കുകയില്ല. പിന്നെ 5-ാം വാക്യം, യഹോവയുടെ പ്രവൃത്തികളെയും അവന്റെ കൈവേലയും അവർ വിവേചിക്കായ്ക കൊണ്ട് അവർ അവരെ പണിയാതെ ഇടിച്ചു കളയും. ആരുടെ പ്രവൃത്തിയാണ്? യഹോവയുടെ പ്രവൃത്തികളെയും അവന്റെ കൈവേലയും. യഹോവയുടെ പ്രവൃത്തി, കർത്താവ് ഈ ഭൂലോകത്തില് നമ്മൾക്ക് വേണ്ടി എല്ലാ സർവ്വതും സൃഷ്ടിച്ചിട്ടുണ്ട്. പിന്നെ അവന്റെ കൈവേല സ്വന്തം കൈകൊണ്ട് സൃഷ്ടിച്ചിട്ടുണ്ടാക്കിയത് മനുഷ്യരെയാണ്. ആ മനുഷ്യര് ദൈവത്തെ ആരാധിക്കാൻ വേണ്ടി മാത്രമാണ് കർത്താവ് നമ്മളെ ഓരോരുത്തരെയും സൃഷ്ടിച്ചിരിക്കുന്നത്. നമ്മള് ആ സൃഷ്ടിച്ചവനെ കുറിച്ച് അറിയാതെ, സൃഷ്ടിച്ചതിന്റെ പേർപ്പസ് എന്താണെന്ന് അറിയാതെ നമ്മുടെ ഇഷ്ടം പോലെ മനുഷ്യർ നടക്കുമ്പോ കർത്താവ് അങ്ങനെയുള്ളവരെ പണിയത്തിൽ, അവരെ ഉടച്ചു കളയുമെന്നാണ് ഇവിടെ പറയുന്നത്. ഇടിച്ചു കളയും. കാരണം എന്ന് പറഞ്ഞാൽ കർത്താവിനെ അറിഞ്ഞ് അവന്റെ പ്രവൃത്തി അനുസരിച്ച് നമ്മള് കർത്താവിനെ ആരാധിച്ച് കർത്താവിനെ സ്തുതിച്ച് നമ്മൾ ഇരിക്കണം. അതിനു വേണ്ടിയിട്ടാണ് മനുഷ്യരെ ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത്. അത് നമ്മള് നല്ല വിവേകമുള്ളവരായി വിവേചിച്ചറിയണം. എന്താണ് ദൈവത്തിന്റെ പേർപ്പസ്, എന്താണ് നമ്മളെ ഈ ഭൂമിയിലേക്ക് വിട്ടതിന്റെ കാര്യം എന്താണ്. നമ്മളെപ്പോഴും നമ്മുടെ സ്വന്തം ഇഷ്ടത്തിക്ക് വേണ്ടി ജീവിക്കുകയും സ്വന്തം കാര്യങ്ങൾ നമ്മൾ പലപ്പോഴും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്താലും നമ്മൾ പലപ്പോഴും നമ്മുടെ വ്യക്തിപരമായ കാര്യങ്ങളിലേക്ക് നമ്മൾ പിന്തിരിഞ്ഞു പോകുന്ന ഒരിതുണ്ട്. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ പറയുമെങ്കിലും അല്പം കഴിയുമ്പോൾ നമുക്ക് എന്തെങ്കിലും നടന്നില്ലേ നമ്മൾ ഇടിഞ്ഞു പോകും മനുഷ്യരുടെ ഇത്. അങ്ങനെ ആകരുത്. കാരണം നമ്മൾക്കറിയാമല്ലോ, യോബിന്റെ ഒക്കെ കഷ്ടത്തിൽ കൂടെ കടന്നു പോകുമ്പോഴും അവരൊക്കെ നല്ല വിശ്വാസികളായിരുന്നു. അബ്രഹാമിന്റെ വിശ്വാസം,
ആ വിശ്വാസത്തിന്റെ നായകനും പൂർത്തിവരുത്തനുമായ ക്രിസ്തുവിനെ നോക്കി ക്രിസ്തുവിലേക്ക് നമ്മൾ ചാഞ്ഞ് അവന്റെ പ്രവൃത്തി ചെയ്യണമെന്ന് പറയാണ്. പിന്നെ 6-ാം വാക്യം, യഹോവ വാഴ്ത്തപ്പെടുമാറാകട്ടെ, അവൻ എന്റെ യാചനയുടെ ശബ്ദം കേട്ടിരിക്കുന്നു. യഹോവ അത് ദാവീദ് പറയുന്നതാണ്. ദാവീദ് എപ്പോഴും ഏത് സങ്കടം വരുമ്പോഴും ആർക്കും ദുഷ്ടത ചിന്തിക്കുകയോ ഒരുത്തന് വേണ്ടി ഒരു ദ്രോഹം കൂടെ പ്രവർത്തിച്ചതായിട്ട് നമുക്ക് ഒരു ഇതിലും ദാവീദിനെ കുറിച്ച് നമുക്ക് കാണാൻ പറ്റത്തില്ല. ഓൾമോസ്റ്റ് ഒരു ക്രിസ്തുവിന് തുല്യമായിട്ട് മനുഷ്യനായിരുന്ന കൂടെ നല്ല പ്രവൃത്തി, ഒരു ദ്രോഹം ചെയ്തവർക്ക് പോലും ഒരു ദ്രോഹവും ചെയ്യാത്ത ഒരാളായിരുന്നു ദാവീദും. അപ്പോ അന്ന് ദ്രോഹം ചെയ്തിട്ടില്ലെന്ന് പറയുന്നില്ല, രാജാവായി ഇരിക്കേണ്ട സ്ഥാനത്ത് ചില കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുമുണ്ട്. എന്നാൽ എപ്പോഴും ദാവീദ് ദൈവത്തില് നല്ല അടിസ്ഥാനത്തോടെ ഉറച്ച വിശ്വാസമുള്ള ഒരു വ്യക്തിയായിരുന്നു. എന്തിരുന്നാലും ദൈവസന്നിധിയിൽ അത് ചോദിച്ച് ചെയ്യുന്ന ഒരു വ്യക്തിയായിട്ട് നമ്മൾ കാണുന്നത്. അപ്പൊ 6-ാം വാക്യം ഇങ്ങനെ പറഞ്ഞേ, യഹോവ വാഴ്ത്തപ്പെടുമാറാകട്ടെ, അവൻ എന്റെ യാചനയുടെ ശബ്ദം കേട്ടിരിക്കുന്നു. അപ്പൊ കർത്താവിനോട് പ്രാർത്ഥിച്ച് ഓരോ കാര്യങ്ങളും ചോദിക്കുമ്പോഴും ദൈവം അവിടെ ചെയ്തു കൊടുക്കുന്നുണ്ട്. നീതിമാന്റെ പ്രാർത്ഥന, ശ്രദ്ധയോടെയുള്ള പ്രാർത്ഥന, അത് വന്ന് ഫലിക്കും. അത് അവർക്ക് ലഭിക്കുകയും ചെയ്യും. പിന്നെ 7-ാം വാക്യം, യഹോവ എന്റെ ബലവും എന്റെ പരിചയവുമാകുന്നു, എന്റെ ഹൃദയം അവങ്കൽ ആശ്രയിച്ചിരിക്കുന്നു. യഹോവയാണ് എന്റെ പരിചയം, എന്റെ ബലവും. അത് നമ്മൾ എപ്പോഴും നമ്മളും അതുപോലെ വിശ്വസിക്കണം. വിശ്വാസമുള്ളവരായിട്ട് എന്റെ കർത്താവാണ് എന്റെ സർവ്വതും, എന്റെ ബലം അതാണ്, എന്റെ ഹൃദയത്തിലെ ആഗ്രഹം എല്ലാം ദൈവത്തിങ്കലേക്ക് ഇരിക്കണമെന്ന് ഇവിടെ പറയാണ്. എന്റെ ഹൃദയം അവങ്കൽ ആശ്രയിച്ചു, എനിക്ക് സഹായം ലഭിച്ചു. അപ്പൊ നമ്മുടെ ഹൃദയം പൂർണ്ണമായിട്ടും ദൈവത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ നമ്മൾ എന്ത് ചോദിച്ചാലും അവിടെ കിട്ടും എന്നുള്ളത് ഈ വാക്യത്തില് നമുക്ക് അതിനെക്കുറിച്ച് ഈ വാക്യത്തിൽ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് എന്റെ ഹൃദയം ഉല്ലസിച്ചു, പാട്ടോടെ ഞാൻ അവനെ സ്തുതിക്കും. ഹൃദയം ഉല്ലസിക്കുമ്പോൾ വരേണ്ടത് എന്താണ്? ദൈവത്തിന് സ്തുതിഗീതങ്ങളാണ്. എപ്പോഴും സ്തുതിയും സ്തോത്രത്തോടെ നമ്മുടെ നാവിനെ വെക്കുക. നമ്മൾ പല ചിന്തയിലും വിചാരങ്ങളിലും കടന്നു പോകാതെ നമ്മുടെ ഏക ലക്ഷ്യം നമ്മുടെ ക്രിസ്തുവിന്റെ മുഖത്ത് നമ്മൾ നോക്കുന്നവരായിട്ട് മുന്നോട്ട് പോകണം. യഹോവ തന്റെ ജനത്തിന്റെ ബലമാകുന്നു, തന്റെ അഭിഷിക്തനും അവൻ രക്ഷാദുർഗം തന്നെ. ദൈവത്തിന്റെ അഭിഷിക്തന്മാർക്ക് എപ്പോഴും ദൈവം രക്ഷ അവരോട് കൂടെയുണ്ട്. അവരുടെ ഇടത്തും വലത്തും അവരെ നയിച്ചുകൊണ്ട് നടക്കും. നിന്റെ ജനത്തെ രക്ഷിച്ച് നിന്റെ അവകാശത്തെ അനുഗ്രഹിക്കണമേ, അവരെ മേയിച്ചു എന്നേക്കും അവരെ വഹിക്കണമേ. ദാവീദ് പറയാണ്, നിന്റെ ജനത്തെ, നിന്റെ തലമുറകളെ, നിന്റെ മക്കളെ നീ നയിച്ച് നീ ഒരു നല്ല ഷെപ്പർഡായി, നല്ല ഇടയനായിട്ട് നിന്റെ ആടുകളെ പാലിക്കണമേ, നിന്റെ ജനങ്ങളെ കാത്തു പരിപാലിക്കണമേ എന്ന് ഒരു അപേക്ഷ പ്രാർത്ഥന ഇവിടെ അവസാനം കാണുകയാണ്. മേലെ ഒരു അപേക്ഷയുണ്ട്, സ്വന്തം ആവശ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നതുണ്ട്. ദുഷ്ടന്മാരുടെ കൂടെ എന്നെ അയച്ചു വിടരുതേ, അവരുടെ കൂടെ വിടരുതേ, ഒരു ദുഷ്ടത കഴിയുന്നവരുടെ മുഖസ്തുതി പറയുന്നവരുടെ കൂട്ടത്തിലൊന്നും ഞാൻ ചേരാൻ ഇടയാവരുതേന്ന് ഒരു റിക്വസ്റ്റ് കർത്താവിനോട് ചെയ്യുന്നതായിട്ടും ഈ സങ്കീർത്തനത്തിൽ ഒരു 3 കാര്യങ്ങളെ കുറിച്ച് ഇതിൻ്റെ അകത്ത് വ്യക്തമായിട്ട് പറയുകയാണ്. ആമേൻ. മനുഷ്യ എത്രത്തോളം സഹായിച്ച വൻകൃപകൾക്കായി സ്തോത്രം. നല്ലതുപോലെ സങ്കീർത്തനം വായിച്ച് പ്രബോധിപ്പിച്ച വൻകൃപകൾക്കായി സ്തോത്രം. മോളുടെ നാവിനെ ദൈവം അനുഗ്രഹിക്കട്ടെ. ഇനി നമുക്ക് മധ്യസ്ഥ പ്രാർത്ഥനയാണ്. കർമ്മേൽ ഗ്രൂപ്പിലുള്ള എല്ലാ കുടുംബത്തെയും വഹിച്ചുകൊണ്ട് ആത്മാവ് പ്രേരിപ്പിക്കുന്ന ഒരാൾക്ക് ശബ്ദമുയർത്തി പ്രാർത്ഥിക്കാം. മോളി പ്രാർത്ഥിരി മോളി. മോളി സാമുവേൽ ഓർ നാൻസി പ്രാർത്ഥി, രണ്ടുപേരിൽ ആരെങ്കിലും അങ്ങ് പ്രാർത്ഥിയിരേ. ആർക്കും വയ്യേ?
ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. രക്തം രക്തത്താല് വചനത്താല് ജയ. ഹല്ലേലൂയ ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. കാൽവരി കൂടി ഞങ്ങളെ അത്യധികമായി സ്നേഹിക്കുന്ന ഇടവാഴ്ത്തപ്പെട്ട സ്വർഗീയ പിതാവേ, വീണ്ടും കർത്താവേ, ഒരു ബുധനാഴ്ചയുടെ രാത്രിയുടെ യാമത്തിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് കൂടുവാൻ തന്ന കൃപയ്ക്കായി സ്തോത്രം. മരിച്ചവരും മൗനതയിൽ ഉറങ്ങിയവരാരും യഹോവയെ സ്തുതിക്കാതിരിക്കുമ്പോൾ ജീവനുള്ള ദേശത്ത് ജീവനുള്ള ദേഹിയായി ജീവനുള്ള ദൈവത്തെ ആരാധിപ്പാൻ തക്കവണ്ണം ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു പകൽക്കാലം കൂടെ തന്നതോർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. എൻ മനമേ യഹോവയെ വാഴ്ത്തു, എൻ്റെ സർവാന്തരംഗം വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തു, എൻ്റെ ഉപകാരങ്ങളൊന്നും മറക്കല്ല കർത്താവേ. സംഭവബഹുലമായ ലോകത്തിൽ കർത്താവേ, ആപത്ത് അനർത്ഥങ്ങൾ നിറഞ്ഞ ലോകത്തിൽ ഞങ്ങൾ ജീവിക്കുമ്പോൾ കർത്താവേ, അവിടുന്ന് പറഞ്ഞു തീരാത്ത ദാനത്തിന് നന്ദിയുള്ള ഹൃദയത്തോടെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. നന്ദിയല്ലാതെ സ്തോത്രമല്ലാതെ ഞങ്ങൾക്ക് ഒന്നും പറയുവാനില്ല കർത്താവേ. ഇത്രത്തോളം യഹോവ സഹായിച്ചു, ഇത്രത്തോളം ദൈവം നടത്തി കർത്താവേ. ഒന്നുമില്ലായ്മയും ഞങ്ങളെ ഇത്രത്തോളം കൊണ്ടുവന്ന ദൈവത്തിന് കോടാനുകോടി സ്തോത്രം 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 എന്ന് അധരയാകം അർപ്പിക്കുന്നവനെ മഹത്വപ്പെടുത്തുന്നുണ്ട്. ഇടവചന കർത്താവേ, ഇന്ന് രാത്രി കാലത്തെ മീറ്റിംഗ് ഏറ്റവും അനുഗ്രഹപ്രദമാക്കി തീർക്കണമേ. 2-3 പേർ അങ്ങയുടെ നാമത്തിൽ എവിടെ കൂടിയാലോട് മധ്യത്തിൽ ഞാനുണ്ടെന്ന് അരുളി ചെയ്ത കർത്താവേ, അങ്ങയുടെ സാന്നിധ്യം ഞങ്ങളുടെ മധ്യത്തിൽ ഉലാവുന്നതോർത്ത് നന്ദിയോടെ സ്തോത്രം 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 കർത്താവേ. ഞാൻ യഹോവ എല്ലാ കാലത്തും വാഴ്ത്തൊരു സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേലിരിക്കുമെന്ന് കർത്താവേ. ഞങ്ങളുടെ നാവിന്മേൽ അങ്ങയുടെ സ്തുതികൾ ഉയരട്ടെ കർത്താവേ. അപ്പൊ എൻ്റെ പറയായുള്ളവയെ കേൾക്കാതിരിക്കരുതേ എന്ന് ഇന്ന് രാത്രി കേൾപ്പിച്ചല്ല കർത്താവേ. അപ്പാ കർത്താവേ, ഞങ്ങളോട് കരുണ തോന്നണമേ, മനസ്സലിയണമേ കർത്താവേ. കുറവുകളെല്ലാം ഞങ്ങൾ അങ്ങയുടെ പാദപീഠത്തിൽ ഏൽപ്പിക്കുന്നു കർത്താവേ. കുഞ്ഞാടിന്റെ രക്തം കൊണ്ടും അതിനുകൊണ്ട് ഞങ്ങളെ കഴുകി ശുദ്ധീകരിക്കണം കർത്താവേ. അപ്പാ സ്തോത്രം അപ്പച്ച. അപ്പൊ ഓരോ കുടുംബങ്ങളെ പേര് പറഞ്ഞ് അപ്പൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുക കർത്താവേ. അപ്പൊ ഓരോ കുടുംബങ്ങൾ വിവിധങ്ങളായ ഭാരങ്ങളിൽ കൂടെ, വേദനകളിൽ കൂടെ, കഷ്ടങ്ങളിൽ കൂടെ, സങ്കടങ്ങളിൽ കൂടെ കടന്നു പോകുമ്പോൾ കർത്താവേ, ഞങ്ങളെ ഉള്ളതുപോലെ അറിയുന്ന അപ്പൻ്റെ പാദപീഠത്തിലാണ് ഞങ്ങളായിരിക്കുന്നത് കർത്താവേ. കഷ്ടകാലത്ത് ഞാൻ നിന്നെ വിളിച്ചപേക്ഷിക്കുന്ന നീ ഞങ്ങൾക്ക് ഉത്തരമറളുന്ന ദൈവമാ. ഹല്ലേലൂയ കർത്താവേ. അപ്പാ, ഞങ്ങൾ നിന്നെ വിളിച്ചപേക്ഷിക്കുമ്പോൾ ഭയങ്കരവും കർത്താവേ അത്ഭുതകരമായ കാര്യങ്ങളെ ഞങ്ങളെ കാണിക്കുന്ന ദൈവമേ, ഇന്ന് രാത്രി മളമാമെ കുടുംബം അങ്ങയുടെ കാര്യങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. എൻ്റെ മകളായിരിക്കുന്ന രാജ്യത്ത് ഇത്രത്തോളം കരുതിയതോർത്ത് സ്തോത്രം കർത്താവേ. മക്കളെ എല്ലാം ഏൽപ്പിച്ച് പ്രാർത്ഥിച്ചു, വേദങ്ങളെല്ലാം രക്തം കൊണ്ട് വചനം കൊണ്ട് മുദ്രയിട്ട് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനാ വിഷയങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. മകളുടെ വിവാഹത്തെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അപ്പാ യേശുവേ, ഓരോ ദിവസവും ഞങ്ങൾ കേൾക്കുന്ന വാഗ്ദത്തങ്ങൾ കർത്താവേ, അത് വലുതാണല്ലോ അപ്പാ. എൻ്റെ കർത്താവേ, വിശ്വാസത്തിൽ ക്ഷീണിക്കാതെ കർത്താവേ ദൈവസന്നിധിയിൽ നിന്ന് പ്രാർത്ഥിക്കുവാനുള്ള കൃപ കൊടുക്കണമേ കർത്താവേ. സ്തോത്രം അപ്പാ. രാജ്യത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകപ്പാ. ആ രാജ്യത്തുള്ള എല്ലാ സുശേഷ വേലകളെ ഏൽപ്പിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. സ്തോത്രം സ്തോത്രം. സുശീലസ്ത്രീ കുടുംബമായി ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രിയ മാതാവ് ലീഡിയ ഇവാനൊക്കെ കൊടുക്കുന്ന കൃപയ്ക്കായി സ്തോത്രം കർത്താവേ. അപ്പച്ച കൂടുതൽ ദൈവരാജ്യത്തിന് പ്രയോജനമായി തീരുവാനിടയാക്കണമേ. രശ്മിശ്രീ കുടുംബമായി ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. നമ്മുടെ ശുശ്രൂഷകളെ ദൈവം ആദരിക്കണമേ. സാഹചര്യങ്ങളെല്ലാം അനുകൂലമാക്കി കർമ്മേലി കയറുവാനുള്ള കൃപ കൊടുക്കണമേ കർത്താവേ. സ്തോത്രം. കുഞ്ഞുങ്ങളെ ഏൽപ്പിക്കുന്നു. ജീവിത പങ്കാളിയായിരിക്കുന്ന രാജ്യത്തെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കും. മകന്റെ പ്രാർത്ഥനാ വിഷയത്തെ ഏൽപ്പിക്കുന്നു കർത്താവേ. അപ്പൊ ചാങ്ങ് പറഞ്ഞ വാക്തത്വത്തിന് സമയമായല്ലോ കർത്താവേ. അപ്പാ, വേഗത്തിൽ അത് കരങ്ങളിൽ വരുവാൻ കർത്താവെ, ഒരുമിച്ച് ആരാധിക്കുവാൻ സ്വർഗം അവിടുന്ന് കൃപ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. സ്തോത്രം സ്തോത്രം. തങ്കലേകാഗ്ര ചിത്തന്മാരായിരിക്കുന്നവർക്ക് വേണ്ടി തന്നെത്താൻ ബലവാനെന്ന് കാണിക്കേണ്ടതിനെ യഹോവയുടെ കണ്ണു ഭൂമിയിൽ എല്ലായിടും ഊടാടിക്കൊണ്ടിരിക്കുമ്പോൾ കർത്താവേ, ഞങ്ങളുടെ ഹൃദയത്തിന്റെ നിലവാരം അറിയുന്ന കർത്താവേ. അപ്പാ, ഉൾപ്പുകളെ നിലവുകളെ ആരാഞ്ഞറിയുന്ന കർത്താവേ, ഇന്ന് രാത്രി മനസ്സലിയണമേ. ബീനായെ കുടുംബമായി ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ. പ്രിയ മകൾ ഒത്തിരി ഭാരത്തോടെ ദൈവസന്നിധി ഇരിക്കുന്നത് കർത്താവേ. കർമ്മേൽ പ്രയർ ഗ്രൂപ്പിൽ കയറുന്ന ആരും നിരാശപ്പെട്ടു പോകുവാനോ സങ്കടപ്പെട്ടു പോകുവാനോ വേദനപ്പെടുവാനോ ഒന്നും സമ്മതിക്കല്ല കർത്താവേ. യഹോവ എനിക്ക് വൻ കാര്യങ്ങളെ ചെയ്തെന്ന് പറയുവാൻ തക്കവണ്ണം നിന്റെ മകളെ സഹായിക്കണമേ കർത്താവേ. യൂട്രസിലുള്ള മുഴയൊക്കെ എൻ്റെ കർത്താവ് തൊട്ടാൽ വിടുതല കർത്താവേ. അങ്ങ് ഒരു വാക്ക് കൽപ്പിച്ചാൽ മതിയപ്പാ. ആ ഉദരത്തിൽ കർത്താവേ ഒരു പൈതലിനെ ചുമക്കുവാൻ നിന്റെ മകളെ അവിടുന്ന് സഹായിക്കണം. അച്ചി എന്ന് വിളിച്ചവർക്ക് 6
മാസവും അങ്ങയുടെ കരങ്ങളിൽ ഒന്നും അസാധ്യമല്ലല്ലോ കർത്താവ്. എൻ്റെ മകളെ ധൈര്യപ്പെടുത്തണമേ. ഒരു സ്വന്തമായ ഒരു ഭവനമില്ല, വാടക വീട്ടിലൊക്കെയാ കർത്താവ്. ഒത്തിരി ഭാരമേറിയ വിഷയങ്ങളുമായ കർത്താവേ, ഹന്ന ദൈവസന്നിധി വന്നതുപോലെ അപ്പച്ചാ നിന്റെ മകളുടെ നിന്നെ ഉരുട്ടിക്കളയണമെന്ന് പ്രാർത്ഥിക്കുക കർത്താവെ. ആരോടെന്റെ സങ്കടം പറയുമെന്നറിയാതെ ഭാരത്തിലിരിക്കുമ്പോൾ നിന്റെ ഹൃദയ ഹോവെങ്കിൽ ഭരമേൽപ്പിക്കുക, അവന് തന്നെ ആശ്രയിക്കുക, അവനെ നിർവഹിക്കുമെന്ന് അങ്ങയുടെ വാക്തത്വം കർത്താവെ. അപ്പാ ഈ രാത്രി എന്റെ പൈതലിനെ തൊടണമേ, സന്ദർശിക്കണമേ കർത്താവ്. ആവശ്യങ്ങളിൽ കൂടെ ഇരിക്കണമേ കർത്താവെ. സിന്ധുവിനെ കുടുംബമായി ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. എൻ്റെ മകളുടെ പ്രാർത്ഥനാ വിഷയങ്ങളെ അങ്ങയുടെ കാര്യങ്ങളിൽ കുടുംബമായി ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അപ്പച്ചാ ഞങ്ങൾക്ക് ആരെ അറിയത്തില്ലെങ്കിലും അപ്പ ഞങ്ങൾ ഒരുമിച്ച് കൂടുമ്പോൾ അപ്പ ഞങ്ങൾ ഒരപ്പത്തിൻ്റെ അംശികളാണല്ലോ കർത്താവ്, ഒരു പാനപാത്രത്തിൻ്റെ കർത്താവെ അവകാശികളും. അപ്പച്ചാ കർത്താവെ, നിന്റെ മകളോട് കുടുംബം അനുഗ്രഹിച്ച് എല്ലാ വിഷയങ്ങളെ അപ്പൻ്റെ കാര്യങ്ങളിൽ ഏൽപ്പിക്കുക കർത്താവെ. അപ്പ സ്തോത്രം. സീന അങ്ങയുടെ കാര്യങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കും, കുടുംബമായി ഏൽപ്പിച്ച് പ്രാർത്ഥിക്കും. നിന്റെ മക്കളിലൊക്കെ കൊടുത്ത വിശ്വാസം വലിയതാ കർത്താവെ. അപ്പച്ച അത് നഷ്ടപ്പെട്ടു പോകാതെ കർത്താവെ അവസാനം വരെയും ദൈവത്തിന് വേണ്ടി ശക്തമായി നിൽക്കുവാൻ ഓരോ കുടുംബങ്ങളെ അവിടെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ബിന്ദുവിനെ കുടുംബമായി ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുക കർത്താവെ. അപ്പ ആര്യയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു, പ്രാർത്ഥനാ വിഷയങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കും. മകനായിരിക്കുന്ന രാജ്യത്തെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുക കർത്താവെ. ബിന്ദുവിനെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. നിന്റെ മകൾക്ക് പ്രാർത്ഥനയ്ക്ക് കയറുവാനുള്ള സാഹചര്യങ്ങൾ എൻ്റെ അപ്പച്ചൻ ഒരുക്കി കൊടുക്കണമേ കർത്താവെ. ഒത്തിരി തീഷ്ണതയുണ്ട് കർത്താവെ. സാഹചര്യം എല്ലാം പ്രതികൂലമാണെന്ന് അങ്ങ് അറിയുന്നല്ലോ കർത്താവെ. അപ്പാ സാഹചര്യങ്ങളെ കൊണ്ട് ഭയപ്പെടുവാനല്ല കർത്താവെ. കാറ്റും കോളും കണ്ട് ഭയപ്പെട്ട് കർത്താവെ അവരുടെ പടകിലെൻ്റെ കർത്താവിനെ ഉണർത്തിയതുപോലെ അപ്പച്ച നാളുകളിൽ ദൈവസന്നിധിയിൽ പാദപീഠത്തിൽ ഇരിപ്പാൻ നിന്റെ മകളെ സഹായിക്കണമേ. ചിഞ്ചുവിനെ അങ്ങയുടെ കാര്യങ്ങളിൽ ഏൽപ്പിക്കുന്ന കർത്താവെ. എൻ്റെ മകളും ഒത്തിരി ഭാരത്തിൽ കൂടാണല്ലോ മസ്കറ്റിന്റെ മണ്ണിലായിരിക്കുന്ന ദൈവമേ. എൻ്റെ മകൾക്കും പ്രാർത്ഥനയ്ക്ക് കയറുവാൻ തക്കവണ്ണമുള്ള സാഹചര്യങ്ങളും മുഖാന്തരങ്ങൾ ഒരുക്കി കൊടുക്കണം കർത്താവേ. എൻ്റെ മകളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ ഒത്തിരി ഭാരമുണ്ടല്ലോ കർത്താവെ. ആരാധനയ്ക്ക് കയറാൻ പറ്റാതിരുന്ന് കരയുന്ന അവസ്ഥ സ്വർഗം കാണുന്നല്ലോ അപ്പച്ച കർത്താവേ. ഒരു കുറുകിനെ പോലെ മുങ്ങയെ പോലെ ഒക്കെ ഇരിക്കുന്ന അവസ്ഥയിൽ ദൈവം വിടിവിക്കണം. പൈതങ്ങളുടെ വിഷയങ്ങളെ ഏൽപ്പിക്കുന്നു. 3.5 വയസ്സുള്ള കുഞ്ഞ് സംസാരിക്കാതിരിക്കുന്നതിന്റെ ഭാരമുണ്ടപ്പച്ച. എൻ്റെ ദൈവമേ, അവിടെ നാവേ അങ്ങ് തൊടുമാറാകണമെന്ന് പ്രാർത്ഥിക്കുക കർത്താവേ. സ്തോത്രം സ്തോത്രം സ്തോത്രം. ജോബിനെ അങ്ങയുടെ കാര്യങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. എൻ്റെ മകനായിരിക്കുന്ന രാജ്യത്തെ അങ്ങയുടെ കാര്യങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഞങ്ങളുടെ പ്രയർ ഗ്രൂപ്പിൽ ഓടിക്കയറിയത് കർത്താവേ. നിന്റെ മകന്റെ പ്രാർത്ഥനാ വിഷയങ്ങളെല്ലാം അത്ഭുതകരമായ മറുപടി കണ്ട് സന്തോഷിപ്പാനിടയാക്കണം. ദൈവസന്നിധി കഴിക്കുന്നത് വേറെ 1000 ദിവസത്തേക്കാൾ ഉത്തമമാണല്ലോ കർത്താവേ. അപ്പാ ഞങ്ങൾ കണ്ണുനീരോടെ ഓരോ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി അങ്ങയുടെ സന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളുടെ കണ്ണുനീരിനെ അറിയുന്ന ദൈവം, ഞങ്ങളുടെ കണ്ണുനീര് തുരുത്തിയിലാക്കുന്ന ദൈവം, തുരുത്തിയിറഞ്ഞ് കവിയുമ്പോൾ അത് അനുഗ്രഹമാക്കുന്ന ദൈവമേ. എൻ്റെ മകന്റെ പ്രാർത്ഥനാ വിഷയങ്ങളെ ഏൽപ്പിക്കുന്ന കർത്താവേ. അപ്പാ സ്തോത്രം സ്തോത്രം. കൂടുതൽ കൂടുതൽ ശക്തമായി നിലനിൽക്കുവാൻ ദൈവം ഇടയാക്കണമേ. എന്തൊക്കെ പ്രാർത്ഥനാ വിഷയമുണ്ടോ അതൊക്കെ അപ്പൻ്റെ കാര്യങ്ങളിൽ ഏൽപ്പിക്കുക. മോളിയെ കുടുംബമായി അങ്ങയുടെ കാര്യങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ലഹബാദിന്റെ മണ്ണി കർത്താവെ. ഒത്തിരി ഭാരത്തിലും വേദനയിലും അതിൻ്റെ മകളായിരിക്കുന്ന അപ്പച്ച മകളുടെ എൻട്രൻസിനെ അങ്ങയുടെ കാര്യങ്ങളിൽ ഏൽപ്പിക്കുക കർത്താവെ. ഞങ്ങൾക്ക് കഴിയില്ല അപ്പച്ച, കഴിവുള്ളവൻ അങ്ങാണ് കർത്താവെ. സാധ്യതയില്ലാത്തടത്ത് കർത്താവ് വഴികൾ തുറക്കുന്ന ദൈവം. അപ്പാ എൻ്റെ പൈതൻ്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ അങ്ങ് ചെയ്യണമേ. സ്വന്തം വിവേകത്തിൽ ഊന്നാതെ വണ്ണം എല്ലാ കാര്യങ്ങളും എൻ്റെ കർത്താവിനെ നനയ്ക്കുക കർത്താവ്. എൻ്റെ പൈതലിന്റെ പാതയെ നേരെയാക്കി കൊടുക്കുന്ന ദൈവമാകയാൽ സ്തോത്രം സ്തോത്രം. സൂസമ്മയെ കുടുംബമായി ഏൽപ്പിച്ചു പ്രാർത്ഥന. മകൾ നാട്ടിലായിരിക്കുന്നല്ലോ അപ്പച്ച. മടങ്ങി വരവിലൊക്കെ ദൈവത്തിന്റെ സാന്നിധ്യം, ദൈവത്തിന്റെ കൃപ കൂടെ ഇരിക്കണമേ കർത്താവെ. പ്രാർത്ഥനാ വിഷയങ്ങളെ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുക. എൻ്റെ വിവാഹത്തിനൊക്കെ ആലോചിക്കുന്നല്ലോ, എല്ലാം തക്ക സമയത്ത് ചെയ്തു കൊടുക്കണമേ കർത്താവേ. സ്തോത്രപ്പാ സ്തോത്രം സ്തോത്രം കർത്താവേ. നാൻസി അങ്ങയുടെ കാര്യങ്ങളിൽ ഏൽപ്പിച്ച് കുടുംബം അനുഗ്രഹിച്ചു എൻ്റെ മകളും ഒരു തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നല്ലോ കർത്താവേ. കർമ്മേലിൽ കർത്താവെ തുടങ്ങിയ നാളില് 7 വർഷമായിട്ട് കുഞ്ഞുങ്ങളില്ലാത്തവരുടെ ഉദരത്തെ തൊട്ട് കർത്താവെ ഒരു പെൺപൈതലിനെ കൊടുത്തു എങ്കിൽ ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്ന 2025 എല്ലാ കുഞ്ഞുങ്ങളുടെ ഉദരത്തെ അങ്ങ് തൊട്ടേ മതിയാകത്തുള്ളൂ കർത്താവെ. ഞങ്ങൾക്ക് കഴിവില്ലപ്പാ, ഞങ്ങൾ ഏൽപ്പിച്ചു തരും അപ്പച്ച. കന്നായുടെ കരച്ചിൽ കണ്ട കർത്താവെ, എലിസബേത്തിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമാക്കിയ ദൈവമേ, എന്റെ കുഞ്ഞുങ്ങൾക്കെല്ലാം അനുഗ്രഹിക്കപ്പെട്ട അഭിഷക്തന്മാരെ കൊടുത്തു മാനിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുക അപ്പച്ച. അപ്പ ലോകരുടെ മുമ്പിൽ നിന്നയാകുവാൻ ദൈവമക്കളെ ഒരു നാള് സമ്മതിക്കല്ലേ എന്ന് പ്രാർത്ഥിക്കുക. മൊളിമാമയെ കുടുംബമായി ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. വൈതലിനെ രക്തം കൊണ്ട് മുദ്രയിട്ട് പ്രിയ മാതാവിനെ അങ്ങയുടെ കാര്യങ്ങളിൽ ഏൽപ്പിച്ചു ഇത്രത്തോളം ആരോഗ്യ സൗഖ്യവും ബലവും കൊടുത്ത ദൈവത്തിന് കോടാനുകോടി സ്തോത്രം കർത്താവെ.
മൂന്ന് മക്കളെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു കർത്തായിരിക്കുന്ന രാജ്യങ്ങളെ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനാ വിഷയങ്ങളെ ഏൽപ്പിച്ചു പ്രാർത്ഥികളെ മകളുടെ വിവാഹം കർത്താവെ അത് വേഗത്തിൽ നടക്കുവാൻ എൻ്റെ ദൈവം സഹായിക്കണം. സാഹചര്യമൊക്കെ അനുകൂലമാക്കി കൊടുക്കണം. മുനിമാമെ കുടുംബമായി ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുക കർത്താവെ. മദ്രാസിന്റെ മണ്ണിലായിരിക്കുമ്പോൾ കർത്താവെ ആ രാജ്യത്തിന്റെ മകളെ അവിടുന്ന് അനുഗ്രഹിക്കണമേ, ഉപയോഗിക്കണമേ കർത്താവ്, എഴുന്നേൽപ്പിക്കണമേ കർത്താവെ. അപ്പ മക്കളായിരിക്കുന്ന മണ്ണിൽ കർത്താവിന്റെ കരുതലുണ്ടാകണം കർത്താവെ. നീവിയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവൾക്ക് നല്ലൊരു ജോലി അവിടുന്ന് ഒരുക്കി കൊടുക്കണം കർത്താവ്. ഒരു നല്ല വിവാഹത്തെ ഒരുക്കി കൊടുക്കണം. കാരണം ഞങ്ങളുടെ കാര്യങ്ങളെ പ്രിയമാരുടെ ബിസിനസ്സിനെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഏറിയ നാളായി പ്രതീക്ഷയോടും പ്രാർത്ഥനയോടും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന വിഷയങ്ങൾ ദൈവത്തിന്റെ കാര്യത്തിന്റെ അനുകൂലത വെളിപ്പെടണമേ കർത്താവെ. ഷേർലിയെ കുടുംബമായി ഏൽപ്പിച്ച് പ്രാർത്ഥിക്കഴിഞ്ഞ 5 മാസക്കാലം UK മണ്ണിലായിരിക്കുന്ന പകൽക്കാലം നിന്റെ മകൾ യാത്രയിലായിരിക്കുന്നല്ലോ പച്ച. യാത്രയിലൊക്കെ കൂടെ ഇരിക്കണം. യാതൊരു വിധമായ ബുദ്ധിമുട്ടും പ്രയാസം ഉണ്ടാകല്ലേ. നാട്ടിൽ നിന്ന് വരുന്നവരെയൊക്കെ അങ്ങയുടെ കാര്യങ്ങളിൽ ഏൽപ്പിക്കും. വാഹനത്തിന്റെ രക്തം കൊണ്ട് മുദ്രയിടുന്ന കർത്താവേ അപ്പച്ച. അപ്പാ വീണ്ടും ഞങ്ങളോട് യോയിനാകുവാനൊക്കെ കൃപ ചെയ്യണമേ കർത്താവേ. സ്തോത്രം. അപ്പാ പിഞ്ചു വൈതന്നെ അങ്ങയുടെ കാര്യങ്ങളിൽ രക്തം കൊണ്ട് മുദ്രയിട്ട് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അപ്പാ യേശുവെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു കർത്താവെ. ബിപ്പാസ്ര കുടുംബമായ അങ്ങയുടെ കാര്യങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുക അപ്പാ. പ്രിയ പിതാവും മാതാവും ഒക്കെ കർത്താവെ അമേരിക്കയുടെ മണ്ണിലോട്ട് വരുന്നുണ്ടല്ലോ പച്ച. അവരുടെ യാത്രയിലൊക്കെ കൂടെ ഇരിക്കണമേ കർത്താവെ. എൻ്റെ മകൻ യാത്ര എയർപോർട്ടിൽ പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ പച്ചെങ്കിലും അപ്പൊ ആ സാഹചര്യമൊക്കെ പ്രതികൂലമാണെങ്കിൽ കർത്താവെ ആത്മാർത്ഥതയോട് ഞങ്ങളുടെ ഗ്രൂപ്പിൽ കയറുന്ന ദൈവം എന്നിന്റെ മകന്റെ പ്രാർത്ഥനാ വിഷയങ്ങളിലെല്ലാം ദൈവത്തിന്റെ കരുതലുണ്ടാകണം കർത്താവെ. അപ്പൊ ആ മാതാപിതാക്കന്മാർക്ക് നല്ലൊരു അവധിക്കാലം ചിലവഴിപ്പാൻ സാഹചര്യങ്ങളെല്ലാം ഒരുക്കി കൊടുക്കണം. യാത്രയിൽ കൂടെ ഇരിക്കണം കർത്താവെ. രാത്രികാല വചനം ഞങ്ങളോട് സംസാരിക്കുമ്പോൾ കർത്താവെ സാഹചര്യങ്ങളൊന്നും ഒരു പ്രതികൂലമായി തീരാതെ വേണം അങ്ങേക്ക് എൻ്റെ മകനോട് പറയാനുള്ളത് ഞങ്ങൾ കേൾപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുക കർത്താവെ. സ്തോത്രം 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 കർത്താവെ. അപ്പാവും ഇവിടുന്ന് കർത്താവ് ബാബു ബ്രദറിനെ കുടുംബമായി ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. എൻ്റെ മകന്റെ പ്രാർത്ഥനാ വിഷയം സ്വർഗം അറിയുന്നല്ലോ. സ്വന്തമായ ഒരു ഭവനമില്ല കർത്താവെ. മകളുടെ വിവാഹം ആ 13-ാം തീയതി കർത്താവെ. എൻ്റെ ദൈവം എല്ലാത്തിനും അനുകൂലത വെളിപ്പെട്ടു കൊടുക്കണമേ. അപ്പൊ കഴിഞ്ഞ രാത്രി പറഞ്ഞതുപോലെ ഒരു നിറവിന്റെ അനുഭവം ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുക കർത്താവെ. ജിബിൻ ബ്രദറിനെ കുടുംബമായി ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ. പിന്നെ മോനും വെസ്റ്റിഡീസിന്റെ മണ്ണിലായിരിക്കുമ്പോൾ കർത്താവെ ആ രാജ്യത്തെ സാഹചര്യങ്ങളെല്ലാം ഒരുക്കി കൊടുക്കണം. ബിഞ്ചു വൈതലിനെ രക്തം കൊണ്ട് മുദ്രയിട്ട് പ്രാർത്ഥിക്കുന്നു അപ്പച്ച. ജീവിത പങ്കാളി ഏൽപ്പിക്കുന്ന രാജ്യത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഇന്ന് രാത്രി കയറുന്ന ഓരോ കുടുംബങ്ങളെ അപ്പൻ്റെ പാദപീഠത്തിലേക്ക് ഞങ്ങൾ ഏൽപ്പിച്ച പ്രാർത്ഥിക്കുക കർത്താവെ. നമ്മുടെ മഞ്ജുഷയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ. പ്രിയ പൈതലെ അപ്പച്ച ഒരു ജോലിക്ക് വേണ്ടി വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നല്ലോ അപ്പ. എൻ്റെ കർത്താവെ ഇനി അവൾക്ക് താമസം ഉണ്ടാകല്ലേ. വേഗത്തിൽ അവരുടെ കരത്തിൽ ആ ജോലിയിലേക്ക് കൊടുക്കണമേ കർത്താവെ. പറഞ്ഞത് അങ്ങാണെങ്കിൽ അത് ചെയ്യുവാനും അങ്ങ് ശക്തനപ്പ. എൻ്റെ മകളെ കർത്താവെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ കർത്താവെ. പ്രാർത്ഥിപ്പാനുള്ള കൃപ കൊടുക്കണം. ദൈവരാജ്യത്തിന് മുതൽക്കൂട്ടായി മാറണം. ശൈലസ്ര കുടുംബമായി ഏൽപ്പിക്കുന്നു കർത്താവെ. പ്രിയ മാതാവിനെ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്ന അപ്പച്ച. നിന്റെ മകൾക്കും പ്രാർത്ഥിക്കുവാനും പാടുവാനും ഒക്കെ കർത്താവേന്റെ മകളുടെ ആദരത്തെ ഒക്കെ തുറക്കണമേ. ആ ദേശത്ത് കർത്താവേന്റെ മകളെ ശക്തമായി പ്രയോജനപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു അപ്പച്ച. ഞങ്ങളുടെ കർമ്മേൽക്ക് പ്രയർ ഗ്രൂപ്പിൽ അന്നു മുതൽ ഇന്ന് വരെ കയറിയ സകല അഭിഷിക്തന്മാരെ അവരുടെ കുടുംബങ്ങളെ അവരുടെ തലമുറകളെ സഭയാം കുടുംബങ്ങളെ എല്ലാം ഞങ്ങൾ ഒരുമിച്ച് ഇന്ന് രാത്രി ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. രാത്രി കാലടിയന്റെ മാതാവിനെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എന്റെ മകൾക്കും പാട്ടുപാടുവാൻ കർത്താവെ ഏകാന്തത ദൈവത്തോട് ചേർന്നിരിപ്പാനൊക്കെ കർത്താവെ ഇത്രത്തോളം സഹായിക്കുന്നവൻ കൃപയ്ക്കായി സ്തോത്രം സ്തോത്രം. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളൊക്കെ സ്വർഗം അറിയുന്നല്ല കർത്താവെ. കൊച്ചുമക്കളെ എല്ലാം ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുക. എൻ്റെ യോക്കുട്ടനെ സാറായ എൻ്റെ രക്തം കൊണ്ട് മുദ്രയിട്ട് പ്രാർത്ഥിക്കുന്നു. യോക്കുട്ടനും കൂടെ ആയിരിക്കുമ്പോൾ എൻ്റെ പൈതലിനെ ബുദ്ധി വർദ്ധിപ്പിക്കണം കർത്താവെ. കൂടെ ഇരിക്കണമേ. എല്ലാ പ്രാർത്ഥനാ വിഷയങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുക കർത്താവെ. ഞാൻ ആ പ്രിൻസി അങ്ങയുടെ കാര്യങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. പ്രിയ പൈതലിന് സാഹചര്യം ഒരുക്കി കൊടുക്കണമേ. നെറ്റിന്റെ ഇഷ്യൂ ഒക്കെ മാറ്റി കർത്താവ്. എൻ്റെ പൈതലും മീറ്റിംഗ് കയറുവാൻ ഇടയാക്കണമേ. അപ്പൊ ചവിട്ടി കൊടുത്തിരിക്കുന്ന താലന്തുകൾ രാജ്യങ്ങൾക്ക് പ്രയോജനപ്പെടുവാൻ ഇടയാക്കണം. നല്ലൊരു വിവാഹമൊക്കെ കൊടുക്കണമേ കർത്താവെ. ആ കുടുംബത്തെ ഏൽപ്പിക്കുന്നു. എൻ്റെ ഗ്രൂപ്പിൽ കയറുന്ന എല്ലാവരുടെയെങ്കിലും പേരുകൾ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ കർത്താവെ അവരെയും അങ്ങയുടെ കാര്യങ്ങളിൽ സ്തോത്രത്തോടെ ഏൽപ്പിച്ച് അടിയങ്ങൾക്ക് ഭവനത്തെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കപ്പ. എൻ്റെ മീറ്റിങ്ങിന് ഒരു തടസ്സം ഉണ്ടാകല്ലേ. മാതാപിതാക്കന്മാരെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുക കർത്താവെ. അതിയോടൊപ്പം പരിശുദ്ധാത്മാവ് നിയന്ത്രിക്കണം. എല്ലാ പ്രാർത്ഥനാ വിഷയങ്ങളെ സ്തോത്രത്തോടൊപ്പം എൻ്റെ കാര്യങ്ങളിൽ ഏൽപ്പിച്ച് അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കും. സ്വർഗം പ്രാർത്ഥന കേട്ടിരിക്കുക. സ്തോത്രം സ്തോത്രം സ്തോത്രം. താലും കർത്താവായ യേശു ക്രിസ്തു നാമത്തിൽ തന്നെ ആമേൻ ആമേൻ ആമേൻ. കർത്താവെ എല്ലാ വിഷയങ്ങളും വെച്ച് പ്രാർത്ഥിക്കാൻ
നാവിനെ ശക്തീകരിച്ച് വൻകൃപകൾക്കായി സ്തോത്രം 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 കർത്താവെ. ഇനിയും പ്രാർത്ഥിക്കാൻ വിഷയങ്ങളുണ്ടല്ലോ ദൈവമേ. രോഗത്താൽ ഭാരപ്പെടുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുക. ഇന്ത്യ മഹാരാജ്യത്തെ, കേരളത്തെ എല്ലാം ഓർത്തുകൊണ്ട് നശിച്ചുകൊണ്ടിരിക്കുന്ന തലമുറയെ ഓർത്ത് സ്വദേശത്തും വിദേശത്തും ഒക്കെ ആയിരിക്കുന്ന കുഞ്ഞുങ്ങളെ, ദൈവരാജ്യത്തിന് വേണ്ടി ദൈവദാസന്മാരെ അവരനുഭവിക്കുന്ന പീഡകളെ എല്ലാം വഹിച്ചുകൊണ്ട് ഒരാൾ പ്രാർത്ഥിക്കും. ജെഫിനോ, അദ്ദേഹം പ്രാർത്ഥിക്കാൻ പറ. ഗ്രേസി. ജോബിൻ ബ്രദറെ, ജോബിൻ ബ്രദറെ പ്രാർത്ഥിക്കുമോ? സിസ്റ്റർ ഇവിടെ നൈറ്റ് കുഞ്ഞുറങ്ങുക സിസ്റ്ററെ. നോ പ്രോബ്ലം. ഓക്കെ, ടേക്ക് ഇറ്റ്, നോ പ്രോബ്ലം. അമ്മാളമ്മ പ്രാർത്ഥിച്ചേ. എല്ലാവർക്കും കുഞ്ഞുങ്ങളുള്ളതുകൊണ്ട് സാഹചര്യത്തിന് പ്രശ്നമായിരിക്കും. മോനിമ, ആരെങ്കിലും ഒക്കെ കയറി പ്രാർത്ഥിര്. ദൈവസന്നിധിയല്ലേ. ഇതിലിരിക്കുന്നത് പ്രാർത്ഥനയ്ക്ക് വേണ്ടിയിട്ടല്ലേ ഇരിക്കുന്ന. ഒരാൾക്ക് അസൗകര്യം ഹല്ലേലൂയ. സ്തോത്രം 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 കർത്താവേ, സ്തോത്രം സ്തുതിക്കുന്ന കർത്താവേ. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം കർത്താവേ. ഞങ്ങൾ പറയപ്പെട്ട എല്ലാ വിഷയങ്ങളെയും കർത്തന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ത്യ മഹാരാജ്യത്തിനായി കർത്താവെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഈ ദിവസങ്ങളിലൊക്കെ കർത്താവെ യുദ്ധങ്ങൾ നടക്കുമ്പോൾ ദൈവമേ, ഞങ്ങളുടെ സമശിഷ്ടങ്ങളെ ദൈവം കാത്തു പരിപാലിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടെ ജീവനും സ്വത്തിനും കർത്താവെ ഹാനി വരുവാൻ എന്റെ ദൈവം സമ്മതിക്കരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ സംരക്ഷണം കർത്താവെ ഈ മേഖലകളിൽ കർത്താവെ വ്യാപരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കൊച്ചു കേരളത്തെ കർത്തന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്ന കർത്താവെ. ഹല്ലേലൂയ. കർത്താവെ, വെള്ളത്താലുള്ള മരണങ്ങളെ ദൈവം നിയന്ത്രിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുഞ്ഞുങ്ങളൊന്നും നഷ്ടപ്പെട്ടു പോകുവാൻ ദൈവം സമ്മതിക്കരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ. കൊച്ചു കേരളത്തെ കർത്താവ് സമർത്ഥമായി അനുഗ്രഹിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഞങ്ങളുടെ അഭിഷിക്തന്മാരെ എല്ലാം കർത്തന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കുടുംബങ്ങളെല്ലാം കർത്തന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. തലമുറകളെ എല്ലാം കർത്തന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ. സ്തോത്രം ചെയ്യുന്നു. രോഗികളായവരെ കർത്തന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. രോഗികളെ കർത്താവെ ഹല്ലേലൂയ സൗഖ്യം കൊടുത്ത് മാനിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാകുന്നു എന്നുള്ള തിരുവചനത്തിൽ ശക്തി കർത്താവെ ഈ സഹോദരങ്ങളുടെ മേൽ പകരുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വിവാഹപ്രായമായ കുഞ്ഞുങ്ങളെ എല്ലാം കർത്തന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ. സ്തോത്രം. അവർക്ക് തക്കതായ തുണകളെ കർത്താവ് തക്ക സമയത്ത് ഒരുക്കി കൊടുക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മനുഷ്യനേകനായിരിക്കും എന്നല്ല, ഞാൻ തക്ക തുണയെ കർത്താവ് ഒരുക്കി കൊടുക്കുമെന്ന് പറഞ്ഞ വചനം കർത്താവെ കുഞ്ഞുങ്ങളുടെ മേൽ വ്യാപരിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. എല്ലാ കുഞ്ഞുങ്ങളെയും കർത്തന്റെ കാര്യങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവരായിരിക്കുന്ന രാജ്യങ്ങൾ കർത്താവ് അവരെ സംരക്ഷിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളൊന്നും നഷ്ടപ്പെട്ടു പോകുവാൻ ദൈവം സമ്മതിക്കരുതേ. ഞങ്ങളുടെ തലമുറകളെ എല്ലാം കർത്തന്റെ കാര്യങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. കുടുംബസ്ഥരായ കുഞ്ഞുങ്ങളെ കർത്താവ് അനുഗ്രഹിക്കണമേ. കുടുംബജീവിതത്തെ അനുഗ്രഹിക്കണമേ. കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കുമാറാകണമേ കർത്താവെ. ഞങ്ങളുടെ പിഞ്ചു കുഞ്ഞുങ്ങളെ എല്ലാം കർത്തന്റെ കാര്യങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ബാലാരിഷ്ടനെല്ലാം വിടുവിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ. കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കുമാറാകണമേ കർത്താവെ. ഞങ്ങളുടെ തലമുറകളെ മൊത്തമായി കർത്തന്റെ കാര്യങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ. ദൈവത്തെ അറിയുന്ന മക്കളായി തീരുവാൻ, ദൈവാശ്രയത്തിൽ വളരുവാനൊക്കെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സാമ്പത്തികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവെ. വഴികളെ വാതിലൊക്കെ തുറന്നു കൊടുക്കുമാറാകണമേ കർത്താവെ. കടബാധ്യതയുള്ളവരെ കർത്തന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. നിന്റെ ഭാര്യ ഹോബിയുടെ മേൽ വെച്ചുകൊള്ളുക, അവൻ നിന്നെ പുലർത്തുമെന്നുള്ള വചനം കർത്താവ് ക്രിയ ചെയ്യുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. സ്തോത്രം. ഹല്ലേലൂയ. ഭവനമില്ലാത്തവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ. ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ഭവനം അത്യാവശ്യമാണ് കർത്താവെ. വഴികളെ വാതിലൊക്കെ തുറന്നു കൊടുക്കുമാറാകണമേ കർത്താവെ. ഹല്ലേലൂയ. വാടക വീട്ടിൽ കഴിയുന്നതിനേക്കാൾ കർത്താവെ ഒരു സ്വന്തമായ ഭവനത്തിൽ പാർക്കുന്നവർക്ക് സന്തോഷകരമാണല്ലോ കർത്താവെ. അവർക്ക് സന്തോഷവും സമാധാനവും നൽകി അനുഗ്രഹിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ ശുശ്രൂഷയിൽ വ്യാപരിക്കുന്ന എല്ലാ ശുശ്രൂഷകരെയും അഭിഷിക്തന്മാരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ. ലോകരാജ്യങ്ങളെ കർത്തന്റെ കാര്യങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇസ്രായേൽ രാജ്യത്തെ കർത്തന്റെ കാര്യങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അനിഷ്ട സംഭവങ്ങളെ എല്ലാം ദൈവം ദൂരീകരിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ സമാധാനത്തോടെ സന്തോഷത്തോടെ ജീവിക്കുവാൻ ദൈവം സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഞങ്ങളുടെ എല്ലാ വിഷയങ്ങളും കർത്താവെ ഞങ്ങളുടെ പുണ്യപാദപീഠത്തിൽ, അപ്പന്റെ പുണ്യപാദപീഠത്തിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടിരിക്കുന്ന സ്തോത്രം. സകലതും യേശുനാമത്തിൽ തന്നെ. ആമീൻ.
പ്രിയമകളെ ദൈവം ധാരാളമായി ബലപ്പെടുത്തട്ടെ. നാവിന് ശക്തിയും ബലവും അഭിഷേകവും കൊടുക്കട്ടെ. കർത്താവ് ഇനിയും പ്രാർത്ഥിച്ചാലും അധികം അധികം പ്രാർത്ഥിക്കുവാൻ ദൈവം ശക്തീകരിക്കണം, ബലപ്പെടുത്തണമേ എന്ന് എന്റെ സർവീസറിനോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദേവി ഇനി വീട്ടിൽ വചന കേൾവിക്കുള്ള സമയമാണ്, കാരണം പാസ്റ്റർ അതുകൊണ്ട് ഇന്ന് തിരക്കാം. ഇനി വചനത്തിന് വേണ്ടിയിട്ട് പാസ്റ്റർക്ക് സമയം കൊടുക്കാം. ദേവി വരണ പോലെയാണ്. വചനത്തിന് വേണ്ടിയിട്ട് സമയം കൊടുക്കാം. സ്തോത്രം. പാസ്റ്ററെ ആദരവോടെ ഞങ്ങൾ ക്ഷണിക്കുന്നു പ്രാർത്ഥന വചനം ഓക്കെ, സ്തോത്രം. ദൈവത്തിന്റെ ക്രിസ്തുവിന്റെ നാമം മഹിമപ്പെടുമാറാകട്ടെ. എല്ലാവരോടും ആദ്യമേ ഞാൻ ക്ഷമ ചോദിക്കുക. കൂടിയാൽ ഒരു 10 minutes മാത്രമേ എനിക്ക് മെസ്സേജ് തരാൻ പറ്റുകയുള്ളൂ. ഞാൻ എയർപോർട്ടിൽ ഇരിക്കുകയാണ്. സാഹചര്യം അത്ര നല്ലതല്ല. പേരൻസ് വന്നു കഴിഞ്ഞാൽ എനിക്ക് പെട്ടെന്നൊരു മെസ്സേജ് ഞാൻ തരാം. വേദഭാഗം ഒന്നും എടുക്കണ്ട. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു തന്റെ ഐഹിക ജീവിതകാലത്തെ സുവിശേഷ യാത്രയിൽ സക്കായിയെ കണ്ടുമുട്ടുന്നുണ്ട്. സക്കായിയെ കുറിച്ച് പറയുന്നത് അവന്റെ ശരീരപ്രകൃതിയെ കുറിച്ച് പറയുന്നത് അവന് നീളം കുറവായിരുന്നു, അവന് കുറിയവനായിരുന്നു. യേശു എങ്ങനെയുള്ളവനെന്ന് കാണുവാൻ അവൻ ബന്ധപ്പെട്ട് മുന്നോട്ട് പോയി. പുരുഷാര നിമിത്തം കഴിഞ്ഞില്ല. അവന്റെ ന്യൂനതകൾ പറയാം. അവന് നീളമില്ല. അവൻ നിൽക്കുന്ന സ്ഥലത്ത് പുരുഷാരം നിൽക്കുന്നു. വളരെ ബുദ്ധിമുട്ടാകുന്നു യേശുവിനെ കാണുവാൻ. പക്ഷെ അവന്റെ ഉള്ളിലൊരു ആഗ്രഹം, എനിക്ക് യേശുവിനെ കാണണം. യേശു എങ്ങനെ ഉള്ളവൻ എന്ന് കാണണം. പ്രത്യേകിച്ച് അവനൊരു മോട്ടീവ് ഇല്ല. എന്തിനാ യേശുവിനെ കാണുന്നതെന്ന് പറയുന്നില്ല. അവൻ എന്തെങ്കിലും ആവശ്യമുണ്ടെന്ന് പറയുന്നില്ല. അവന്റെ രോഗിയാന്ന് പറയുന്നില്ല. അവന് കടഭാരം ഉണ്ടെന്ന് പറയുന്നില്ല. അവന് പ്രത്യേകിച്ച് പ്രതിസന്ധികളൊന്നുമില്ല. പക്ഷെ യേശു എങ്ങനെ ഉള്ളവൻ എന്ന് കാണുവാൻ ശ്രദ്ധിക്കുക. നമുക്കൊരു പ്രശ്നവും ഇല്ല. സക്കായെ സംബന്ധിച്ച് നോക്കുവാണെങ്കിൽ അവൻ ഒരു പ്രശ്നവുമില്ല. പക്ഷെ അവൻ ഒന്നറിയണം, യേശു എങ്ങനെ ഉള്ളവൻ. ഇന്ന് രാത്രിയിൽ ഒന്നാമത്തെ മെസ്സേജ് പറയട്ടെ. ഒരു പ്രശ്നവും ഇല്ലെങ്കിലും എന്റെ കർത്താവ് എങ്ങനെയുള്ളവനാണ്. എനിക്ക് എന്റെ യേശുവിനെ ഒന്ന് അറിയണം. എനിക്ക് യേശു എങ്ങനെ ഉള്ളവൻ എന്ന് അറിയണം. അത്ര മാത്രമേ ഉള്ളൂ ആഗ്രഹം. പക്ഷെ അവനൊരു പ്രശ്നമുണ്ട്. ഒന്ന്, അവന് ഹൈറ്റ് ഇല്ല. 2, പുരുഷാര നിമിത്തം അവന് അത് സാധിക്കത്തില്ല. എന്നാൽ അവിടെ പറയുന്നത് അവൻ മുന്നോട്ട് പോയി, മുന്നോട്ട് തന്നെ കുതിച്ചുകൊണ്ടേയിരുന്നു. യേശുവിനെ കാണുവാൻ മുന്നോട്ട് കുതിച്ചു. യേശുവിനെ കാണുവാനുള്ള ആർത്തി കൊണ്ട് അവനൊരു കാട്ടത്തിന്മേൽ കയറി. ബുദ്ധിമുട്ട് സഹിച്ചു. യേശുവിനെ കാണുവാൻ കഷ്ടപ്പാട് സഹിച്ചു. യേശുവിനെ കാണുവാൻ ഓടുകയാണ്. അവൻ കാട്ടത്തിന്മേൽ കയറുന്നു. യേശു ആ വഴിയെ പോകുമ്പോൾ കാട്ടത്തി ചൂട്ടിൽ നിൽക്കുന്നു. സക്കായിയുടെ പേരാരും പറഞ്ഞു കൊടുത്തിട്ടില്ല. ആമേൻ. യേശു സക്കായി എന്ന് വിളിക്കുന്നു. ഇറങ്ങി വരുവാൻ, വേഗം ഇറങ്ങി വരുവാൻ പറയുന്നു. ഞാൻ ഇന്ന് നിന്റെ വീട്ടിൽ. നമ്മുടെ വിഷയം യേശു വരുന്ന വീടാണ്. ഒരു പ്രശ്നവും ഇല്ലെങ്കിലും, മാനുഷികമായി നോക്കുവാൻ ഒരു പ്രശ്നവും ഇല്ലെങ്കിലും യേശു വെറുതെ ഒരു വീട്ടിൽ വരത്തില്ല. യേശു പറയാം, ഞാൻ ഇന്ന് നിന്റെ വീട്ടിൽ വരും. സക്കായി യേശു തന്റെ വീട്ടിൽ വരാൻ വേണ്ടിയല്ല യേശുവിനെ കാണാൻ പോയത്. യേശുവിനെ വിളിക്കാനോ അല്ല പോയത്, ഒന്ന് കാണുവാൻ, ജസ്റ്റ് ഒന്ന് കാണുവാൻ, കേൾക്കുക. പക്ഷെ യേശു പറയാം, ഞാൻ ഇന്നലെ വീട്ടിൽ വരും. യേശു സക്കായിയുടെ വീട്ടിൽ ചെല്ലുന്നു. അവന് ചുങ്കക്കാരനാണ്. അവർക്ക് വെറുപ്പാണ്. അവനെ ടാക്സ് കളക്ടറാണ്. മറ്റുള്ളവർക്ക് അവന് ഇഷ്ടമല്ല. സ്തോത്രം. എന്നുള്ള കാര്യങ്ങൾ പറയാം. ലോകർക്ക് നമ്മളെ ഇഷ്ടമല്ലെങ്കിലും യേശു നമ്മുടെ വീട്ടിൽ വരും. യേശു ആ ഭവനത്തിൽ വന്നു. യേശു ഒന്നും അവനോട് പറയുന്നില്ല. പക്ഷെ സക്കായി പറയുക, ഞാൻ എനിക്കുള്ളതെല്ലാം, ഞാൻ അധികമായി സമ്പാദിച്ചത് മുഴുവൻ ഞാൻ ദരിദ്രർക്ക് കൊടുക്കുകയാണ് കേട്ടോ. നോക്കിക്കേ, യേശു കൊടുക്കാൻ പറഞ്ഞില്ല. നീ അധികം സമ്പാദിച്ചതെന്ന് ചോദിച്ചില്ല. യേശു ഒരു ഭവനത്തിൽ വന്നാൽ ആരും നമ്മളെ വിവേചിക്കണ്ട. നമ്മുടെ ആത്മാവ് നമ്മളോട് പറയും, നമ്മുടെ കയ്യിൽ എന്തൊക്കെയോ അധികമുണ്ട്, എന്തോ അധികപ്പറ്റുണ്ട്, അതെല്ലാം ഒന്ന് മാറ്റണം. അങ്ങനെയെങ്കിൽ ഞാൻ പെട്ടെന്ന് മെസ്സേജ് നിർത്തുകയാണ്. യേശു നമ്മുടെ ഭവനത്തിൽ വന്നാൽ അധികമായിട്ടുള്ളതെല്ലാം ആരും പറയണ്ട, ഒരു പാസ്റ്ററും പറയണ്ട, ആരും നമ്മളോട് പറയണ്ട. യേശു വന്നാലുള്ള പ്രത്യേകത. ഈ മെസ്സേജിന്റെ ബാക്കി ഞാൻ പിന്നാലെ പറയുന്നതായിരിക്കും, അടുത്ത ദിവസങ്ങൾ പറയുന്നതായിരിക്കാം. യേശു നമ്മുടെ ഭവനത്തിൽ വന്നാൽ അധികപ്പറ്റായിട്ടുള്ളതെല്ലാം പുറത്തു പോകും. ഇത്രയും നാളും അത് അവനൊരു ക്ഷീണമായിരുന്നില്ല. പക്ഷെ യേശു വന്നു കഴിഞ്ഞപ്പോൾ അത് അവൻ ഒരു പ്രയാസമായി തോന്നി. അതാ യേശുവിന്റെ പ്രത്യേകത. യേശു ഒരു ഭവനത്തിൽ വന്നു കഴിഞ്ഞാൽ
ഇതുവരെ നമുക്ക് ബുദ്ധിമുട്ടാകാതിരുന്ന പലതും നമുക്ക് ബുദ്ധിമുട്ടാന്ന് തോന്നും. സ്തോത്രം. അല്ലെങ്കിൽ യേശു എന്റെ ഭവനത്തിൽ വരുമ്പോൾ അത് യേശുവിന് സ്വീകാര്യമല്ലെന്ന് അവന് മനസ്സിലായി. ആരും പറഞ്ഞു കൊടുത്തില്ല. യേശു വരുന്ന വീട്ടിൽ ഇതൊന്നും പാടില്ല. യേശു പറയും, ഞാനെന്നെ വീട്ടിൽ വരിക. അങ്ങനെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ കർത്താവ് നമ്മുടെ ഭവനത്തിൽ വരുമ്പോൾ കർത്താവിന് ഇഷ്ടപ്പെടാത്തത്, കർത്താവിന് ബോധ്യമല്ലാത്തതല്ല, കർത്താവ് പറഞ്ഞിട്ടല്ല, നമുക്ക് തന്നെ തോന്നണം ഇത് യേശുവിന് ഇഷ്ടമല്ല. എന്റെ വീട്ടിൽ ഇരിക്കുന്ന ഈ വസ്തു യേശുവിന് ഇഷ്ടമല്ല, എന്റെ വീട്ടിലെ ഈ സംസാരം യേശുവിന് ഇഷ്ടമല്ല. അനധികൃത നമുക്കാർക്കും അനധികൃത സ്വത്തില്ല, അവന്റെ അനധികൃത സ്വത്തുണ്ട്. അങ്ങനെയെങ്കിൽ യേശുവിന് ഇഷ്ടമില്ലാത്ത വാക്കുകൾ, യേശുവിന് ഇഷ്ടമില്ലാത്ത വസ്തുക്കൾ, യേശുവിന് ഇഷ്ടമില്ലാത്തതെല്ലാം നമ്മൾ എടുത്ത് മാറ്റുക. യേശു പറയുക, ഇന്ന് ഈ വീടിന് സമാധാനം വന്നിരിക്കുന്നു. ഇവനും അബ്രഹാമിന്റെ സന്തതിയാകിയാൽ ഈ വീടിന് സമാധാനം വന്നിരിക്കുന്നു. അങ്ങനെയെങ്കിൽ അബ്രഹാമിന്റെ സന്തതിയുടെ പ്രത്യേകത, ആ സ്തോത്രം, കേടുവരുത്തുന്നതെല്ലാം മാറ്റുന്ന സ്വഭാവമാണ്. ഞാൻ എന്റെ വാക്കുകൾ ഇവിടെ നിർത്തുകയാണ്. ഇതിന് ശേഷം മെസ്സേജ് ഞാൻ പിന്നാലെ പറയാം. നമ്മുടെ ഭവനത്തിൽ യേശു വരട്ടെ. യേശുവിന് ഇഷ്ടമില്ലാത്തതെല്ലാം എടുത്തു കളയാൻ എത്ര പേർ തയ്യാറാണ്? യേശുവിന് ഇഷ്ടമില്ലാത്ത വാക്കുകൾ, യേശുവിന് ഇഷ്ടമില്ലാത്ത നോട്ടങ്ങൾ, യേശുവിന് ഇഷ്ടമില്ലാത്ത വസ്തുക്കൾ, സ്തോത്രം സ്തോത്രം സ്തോത്രം, യേശുവിന് ഇഷ്ടമില്ലാത്ത ചിത്രങ്ങൾ, യേശുവിന് ഇഷ്ടമില്ലാത്ത എല്ലാ അനുഭവങ്ങളും പുറത്തു വരുമ്പോൾ യേശുവിന് ഒറ്റ വാക്കേ പറയുന്നുള്ളൂ, ഇന്ന് ഈ വീടിന് സമാധാനം വന്നിരിക്കുന്നു. ഞാൻ എന്റെ വാക്കുകളെ ഇവിടെ നിർത്തുന്നതിനോട് ദയവായി ക്ഷമിക്കുക. സ്തോത്രം. ഒന്ന്, ഇവിടുത്തെ ഈ തിരക്ക് കാരണം എന്റെ വാക്കുകൾ അവിടെ സ്ഫുടമാകത്തില്ല. രണ്ട്, അവരേത് നിമിഷം വരാം. സോ അതുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഇവിടെ നിർത്തുകയാണ്. സദയം ക്ഷമിക്കുക. സ്തോത്രം. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. സ്തോത്രം. യേശു നമ്മുടെ വീട്ടിൽ വരുന്നു. യേശു നമ്മുടെ പ്രിയപ്പെട്ടവരുടെ വീട്ടിൽ വരുന്നു. നിങ്ങൾ പ്രാർത്ഥിക്കുക. യേശു വന്നു കഴിയുമ്പോൾ പ്രയാസകരമായതെല്ലാം പുറത്തു പോകും. ഒരു സംശയം വേണ്ട. നമ്മളെ ദുഃഖിപ്പിക്കുന്നതും നമ്മളെ നിരാശപ്പെടുത്തുന്നതും നമുക്ക് കേടുവരുത്തുന്നതുമായ എല്ലാം കർത്താവിന്റെ നാമത്തിൽ മാറിയിരിക്കും. നല്ലവനായ യേശു നിങ്ങളുടെ വീട്ടിൽ വരുന്നു. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു. എന്തുവാ സിസ്റ്ററെ തീരുമാനം? പ്രൈസലോട് പേഴ്സണലായിട്ട് പ്രാർത്ഥിക്കാനുള്ളവർക്കെല്ലാം ഇന്ന് പ്രാർത്ഥിക്കാം. വിഷയങ്ങൾ ഇന്നലെ ആ ഓരോരുത്തരുടെ പാട്ട് പാടിയ വിഷയങ്ങൾ കുട്ടി ഉണ്ടെങ്കിൽ അവളൊരു പാട്ട് പാടട്ടെ, അത് കഴിഞ്ഞ് നമ്മൾ പ്രവർത്തിക്കാം. ഇന്നലത്തെ കൊച്ചിന്ന് അതിന് നെറ്റ് ഇല്ല, കറണ്ട് പോയി കിടക്കും, അതുകൊണ്ടാ കയറാഞ്ഞ്. അമ്മ ഒരു പാട്ട് കൂടെ പാടിക്കോ, അല്ലെങ്കിൽ ആരെങ്കിലും പാടാനുള്ള ഒരു മോളിയോ ആരെങ്കിലും പാടാൻ പറ. ആരെങ്കിലും ഒരു പാട്ട് പാടിക്കോ, പെട്ടെന്ന് പാടിക്കോ. അല്ലെങ്കിൽ വചനത്തെ കുറിച്ച് പറ. വചനമല്ല, എല്ലാവർക്കും ഒരു പേഴ്സണൽ പ്രയർ ആവശ്യമുണ്ട്. ഓരോരുത്തരുടെ വിഷയങ്ങള് കുറെ നാളായി. ഞാൻ ഒരു പാട്ട് പാടാം. പാടിക്കോ. മറവിങ്കൽ സർവശക്തന്റെ നിഴലിൻ കീഴിൽ പാർക്കും ഞാൻ പയനായി, പാടും ഞാൻ സ്തുതിഗീതങ്ങൾ. അത്യുന്നതന്റെ മറവിങ്കൽ സർവശക്തന്റെ നിഴലിൻ കീഴിൽ പാർക്കും ഞാൻ നിർഭയനായി, പാടും ഞാൻ സ്തുതിഗീതങ്ങൾ. ആപത്തുകൾ രോഗങ്ങളും നഷ്ടങ്ങളും നിന്നെ ജയിക്കയില്ല. ആപത്തുകൾ രോഗങ്ങളും നഷ്ടങ്ങളും നിന്നെ ജയിക്കയില്ല. നിന്റെ അധ്വാന ഫലം, എന്റെ അധ്വാന ഫലം ഞാൻ തന്നെ അനുഭവിക്കും. എന്റെ അധ്വാന ഫലം ഞാൻ തന്നെ അനുഭവിക്കും. ഞാനും എൻ കുടുംബവുമോ യേശുവെ ആരാധിക്കും. തൻ വചനം അനുസരിക്കും, മാതൃകയായി ജീവിക്കും. അത്യുന്നതന്റെ മറവിങ്കൽ സർവശക്തന്റെ നിഴലിൻ കീഴിൽ പാർക്കും ഞാൻ നിർഭയനായി, പാടും ഞാൻ സ്തുതിഗീതങ്ങൾ. യാത്രകളിൽ താൻ കാവലുണ്ട്, ആളും സഹായവും കരുതിയിട്ടുണ്ട്. യാത്രകളിൽ താൻ കാവലുണ്ട്, ആളും സഹായവും കരുതിയിട്ടുണ്ട്. ആയുസ്സും ആരോഗ്യവും
എൻ ദൈവം എനിക്കു തരും ആയുസ്സും ആരോഗ്യവും. എൻ ദൈവം എനിക്കു തരും. യൂതന്മാർ മുൻപേ പോകുന്നു, കാര്യം നടത്തി തരുന്നു. എപ്പോഴും ദൈവം എൻ്റെ കൂടെയുണ്ട്, ഇതിൽ പരം ഭാഗ്യമുണ്ടോ? എപ്പോഴും ദൈവം എൻ്റെ കൂടെയുണ്ട്, ഇതിൽ പരം ഭാഗ്യമുണ്ടോ? അത്യുന്നതന്റെ മറവിങ്കൽ സർവശക്തന്റെ നിഴലിൻ കീഴിൽ പാർക്കും ഞാൻ നിർഭയനായി. പാടും ഞാൻ സ്തുതിഗീതങ്ങൾ. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. ഗ്രേസി സിസ്റ്റർ, എനിക്കൊരു വിഷയമുണ്ട് പറയാനാ. ആ എന്റെ ഇന്ന് ഞാൻ പ്രാർത്ഥന ഇപ്പം തുടർച്ചയായിട്ട് പോകുന്നുണ്ട്. ബ്ലൗസ് ഇറങ്ങിക്കിടന്നെന്ന് എന്താ അറിയത്തില്ല. ഈ ഗ്ലാൻഡ് എടുത്ത് കൈയുടെ ഇടത്തുവശത്തെ വൈകിട്ട് കുളിക്കാൻ നേരം ശക്തമായിട്ട് നല്ല ഒരു തടിപ്പ് കൈക്ക്. അത് ബ്ലൗസ് എങ്ങനെ ഇറങ്ങിക്കിടന്ന് നീരിറങ്ങിയതാണോ? ഇറങ്ങിയിട്ടായിരിക്കും. ബ്ലഡ് ഇന്നലെ വരെ സർക്കുലേഷൻ ഇല്ലായിരുന്നു. കുറഞ്ഞു വല്ലതായിരിക്കും. ഒരാഴ്ച ഇന്നലെ വരെ നോക്കേ. അപ്പൊ തൈലമൊക്കെ പ്രാർത്ഥിക്കും. തൂത്തിട്ട് ഒരാഴ്ച കഴിയുമ്പോ അതങ്ങ് മാറിക്കോളൂ. നീ നോക്കത്. പ്രാർത്ഥിക്കണം. വിഷയം ഇന്ന് വെച്ച് രാത്രികാലം നമുക്ക് അല്പസമയം നമ്മുടെ ഓരോരുത്തരുടെയും പേഴ്സണൽ വിഷയങ്ങൾ, ആർക്കെങ്കിലും ഒക്കെ പേഴ്സണൽ വിഷയങ്ങൾ ഉണ്ടായി പ്രാർത്ഥിക്കാം. അതിനു മുമ്പ് നമുക്ക് ഒരു വാക്ക് ഇങ്ങനെ പറയുന്നുണ്ട്. നെഹമ്യാവിന്റെ പുസ്തകത്തിൽ 1-ാം അധ്യായത്തില്, കർത്താവേ, നിന്റെ ചെവി അടിയന്റെ പ്രാർത്ഥനയ്ക്കും നിന്റെ നാമത്തെ ഭയപ്പെടുവാൻ താല്പര്യപ്പെടുന്ന നിന്റെ ദാസന്മാരുടെ പ്രാർത്ഥനയ്ക്കും ശ്രദ്ധയുള്ളതായിരിക്കണമേ. ഇന്ന് അടിയനെ കാര്യം സാധിപ്പിച്ച് ഈ മനുഷ്യന്റെ മുൻപാകെ എനിക്ക് ദയ ലഭിക്കുമാറാക്കണമേ. ഞാൻ രാജാവിന് പാനപാത്രവാഹകനായിരുന്നു. നെഹമ്യാവിനെ കുറിച്ച് ഇതിനകത്തിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും അറിയാം. നെഹമ്യാവിനെ കുറിച്ച് ഉറക്കത്തിൽ വിളിച്ചു ചോദിച്ചാലും നെഹമ്യാവിനെ കുറിച്ച് അറിയാത്തവരാരുമില്ല. നെഹമ്യാവിന്റെ വാക്കിന്റെ അർത്ഥം തന്നെ ദൈവം ആശ്വസിപ്പിക്കുന്നവെന്നാണ്. അപ്പൊ നെഹമ്യാവ് പ്രാർത്ഥിച്ച പ്രാർത്ഥനയെ, കർത്താവേ, നിന്റെ ചെവി അടിയന്റെ പ്രാർത്ഥനയ്ക്കും നിന്റെ നാമത്തെ ഭയപ്പെടുവാൻ താല്പര്യപ്പെടുന്നു. അപ്പം നിന്റെ ചെവി അടിയന്റെ, അതായത് നമ്മുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥനയ്ക്ക് കർത്താവിന്റെ ചെവി ശ്രദ്ധിച്ചിരിക്കുക. കർത്താവെ, നിന്റെ ചെവി, നമുക്ക് ദൈവസന്നിധി നമുക്ക് പറയാം, കർത്താവെ, നിന്റെ ചെവി അടിയന്റെ പ്രാർത്ഥനയ്ക്ക് നിന്റെ നാമത്തെ ഭയപ്പെടുവാൻ താല്പര്യപ്പെടുന്ന നിന്റെ ദാസന്മാരുടെ പ്രാർത്ഥനയ്ക്ക് ശ്രദ്ധയുള്ളതായിരിക്കണമേ. 2 ദിനവൃത്താന്തത്തിലും ഇതുപോലെ പറയുന്നുണ്ട്. ശലോമോനും ഇതുപോലെ ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ചു. ഈ സ്ഥലത്ത് കഴിക്കുന്ന പ്രാർത്ഥനയ്ക്ക് നിന്റെ ചെവി ശ്രദ്ധിച്ചിരിക്കണം, നിന്റെ കണ്ണ് നോക്കിക്കൊണ്ടിരിക്കണം. അപ്പം നമ്മൾ ദൈവത്തിന്റെ കണ്ണ് തുറന്നിരിക്കുകയും ദൈവത്തിന്റെ ചെവി ശ്രദ്ധിച്ചിരിക്കുകയും ചെയ്യണമെങ്കിൽ നമ്മൾ ദൈവസന്നിധിയിൽ ഏകാഗ്ര ഹൃദയത്തോട് നമ്മുടെ ഹൃദയ കണ്ണിന്നലെ ഞാൻ പറഞ്ഞതുപോലെ ആന്തരിക കണ്ണ് ഉയർത്തി ദൈവത്തെ നമ്മൾ കാണണം. ദൈവത്തോട് നമ്മുടെ പ്രാർത്ഥന, നമ്മുടെ ഉള്ള അവസ്ഥ ഇന്ന് രാത്രികാലം നമുക്ക് ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു നമ്മൾ പറയണം, നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കണം. നെഹമ്യാവിന്റെ ചരിത്രം നമുക്കറിയാം. നെഹമ്യാവ് അർത്ഥശേഷ രാജാവിന്റെ പാനപാത്രവാഹനായിട്ട് സമയത്ത് എന്തോ വലിയ നാളെ സിസ്റ്റം എല്ലാം പോയി കിടക്കുവാ. സന്തോഷ് ശൂഷൻ രാജധാനിയിൽ ഇരിക്കും. ശൂഷൻ രാജധാനിയിൽ ഇരിക്കുമ്പോൾ ഈ അദ്ദേഹം പാനപാത്രവാഹ അർത്ഥശേഷ രാജാവിന്റെ 20-ാം ആണ്ടില് പാനപാത്രവാഹകനായിരിക്കുന്ന നെഹമ്യാവ് പെട്ടെന്ന് തന്റെ സഹോദരന്മാരൊരു വിസിറ്റ് നടത്തിയിട്ട് ആ രാജ്യത്തെ, അവന്റെ സ്വദേശത്തെക്കുറിച്ചും യെരുസലേമിന്റെ ദയനീയ അവസ്ഥ, ശൂന്യാവസ്ഥയെക്കുറിച്ചും മതിലുകൾ, അതിന്റെ കതകുകൾ തകർന്നു കിടക്കുന്ന അവസ്ഥയൊക്കെ വന്ന് പറയുമ്പോൾ നെഹമ്യാവ് ഉള്ളിൽ കരയുന്ന ഒരു അനുഭവമാണ് ഈ ഇതിനകത്ത് പറയുന്നത്. അതുപോലെ എന്തോ ആ സംസ്ഥാനം കഷ്ടത്തിലെ അപമാനത്തിലൊക്കെ ഇരിക്കുന്നു, യെരുശലേമിന്റെ മതിലൊക്കെ ഇടിഞ്ഞു കിടക്കുന്നത് കേട്ടപ്പോൾ ഞാൻ ഇരുന്നു കരഞ്ഞു. നമ്മുടെ ജീവിതത്തിലും നമ്മൾ വിദേശ രാജ്യങ്ങളൊക്കെ, എന്നെ സംബന്ധിച്ച് വിദേശ രാജ്യങ്ങളൊക്കെ ആയിരിക്കുമ്പോൾ വർഷങ്ങളായി ഞാൻ ഇതുപോലെ ഒത്തിരി ഭാരമേറിയ വിഷയങ്ങളൊക്കെ നാട്ടിൽ നിന്ന് ഫോൺ വഴി ലെറ്റർ വഴി ഒക്കെ കേൾക്കുമ്പോൾ ഞാൻ ഇതുപോലെ ഇരുന്ന് കരഞ്ഞ കാലങ്ങളുണ്ട്. അതായത്
കാരണം ആർക്കും പരിഹരിക്കാൻ പറ്റാത്ത ചില വിഷയങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ, നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് കേൾക്കുമ്പോൾ, നമ്മൾ ഏകാന്തരായി ഓരോ രാജ്യങ്ങളിൽ പാർക്കുമ്പോൾ നമ്മൾ കണ്ണുനീരോടെ ദൈവസന്നിധിയിൽ രാപ്പകല് കരയുന്ന അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ ഉപവസിക്കും. ആദ്യം നമ്മൾ ചെയ്യുന്ന ഒന്നാമതായിട്ട് നമ്മൾ കരയും ദൈവസന്നിധി ഇരുന്നിട്ട് നമുക്ക് എന്ത് ചെയ്യണമെന്നറിയാത്ത ഒരു അനുഭവം വരുമ്പോൾ കരയാനേ നമുക്ക് കഴിയത്തുള്ളൂ. അല്പസമയം നമ്മൾ ഇരുന്ന് കരഞ്ഞു കഴിയുമ്പോൾ പിന്നെ നമ്മൾ രണ്ടാമതെടുക്കുന്ന ഒരു സ്റ്റെപ്പാണ് ഉപവാസം. എൻ്റെ ജീവിതത്തിൽ ഞാൻ ചെയ്യുന്ന ഇതുപോലെ എന്തൊരു പ്രതിസന്ധി വന്നാലും ഞാൻ ഉപവാസം തുടങ്ങും. അത് ഞാൻ ദൈവത്തോട് ഒരു തീരുമാനം പറയും, എൻ്റെ ഈ വിഷയത്തിന് മറുപടി തരുന്നത് എത്ര നാളായാലും അത്രയും നാൾ വരെ ഞാൻ ഉച്ചവരെ അങ്ങ് ഫാസ്റ്റിംഗ് എടുക്കും. ചില സാഹചര്യങ്ങളിൽ വൈകുന്നേരം വരെ ഫാസ്റ്റിംഗ് എടുക്കും. പക്ഷെ ആ ഫാസ്റ്റിംഗ് എടുത്ത് തീരുന്നതിന് മുൻപ് തന്നെ ഞാൻ ആ മറുപടി കണ്ടേ ഞാൻ എഴുന്നേൽക്കാറുള്ളൂ. ഞാൻ ഇരുന്ന് പ്രാർത്ഥിക്കത്തില്ല, പക്ഷെ നടന്നു പ്രാർത്ഥിക്കും. അതുപോലെ കിച്ചണിലാണേലും ബാത്റൂമിലാണേലും എൻ്റെ ഉള്ളിൽ ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് പോകും. ഇപ്പോഴും ആണെങ്കിൽ ഇസ്രായേലിന്റെ മണ്ണിൽ നടക്കുമ്പോഴും ഇത് തന്നെയാണ്. ഓരോ വിഷയങ്ങൾ കേൾക്കുമ്പോൾ ഇങ്ങനെ നടന്ന്, കർത്താവെ ഞാൻ അങ്ങ് നടക്കുന്ന മണ്ണിലാണ്, അങ്ങ് ജീവിച്ച മണ്ണിലാണ്, അങ്ങ് ശുശ്രൂഷിച്ച മണ്ണിലാണ്, അങ്ങ് മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്ന മണ്ണിലാണ് ഞാൻ എൻ്റെ പ്രാർത്ഥനാ വിഷയങ്ങളെ എറിയുന്ന എൻ്റെ വിത്ത് നമ്മൾ വിതയ്ക്കുകയാണ്. ആ വചനമാകുന്ന വിത്ത് നമ്മളിങ്ങനെ വിതച്ചുകൊണ്ട് പോകുമ്പോൾ ഇന്നല്ലെങ്കിൽ നാളെ ആണേലും അതിന് മറുപടി ഉണ്ട്. തീർച്ചയായിട്ടും നമ്മുടെ ഉപവാസത്തിനും നമ്മുടെ കണ്ണുനീര് തുരുത്തിയിലാക്കുന്ന ഒരു ദൈവമുണ്ട്. ആ തുരുത്തി നിറഞ്ഞു കവിയുമ്പോൾ നമുക്കത് അനുഗ്രഹമാക്കി തരുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. ഒരു നാളും കണ്ണുനീരിനെ അത് മറികടന്നു പോകുന്ന ദൈവമല്ല. നമ്മളെല്ലാവരും സ്ത്രീകളാണ്. നമ്മുടെ കുടുംബങ്ങളിലെ വിഷയങ്ങൾ, നമ്മുടെ തലമുറകളുടെ വിഷയങ്ങൾ, നമ്മുടെ ചുറ്റുപാടുകളുടെ വിഷയങ്ങളൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് കരയാനല്ലാതെ, ഉപവസിക്കാനല്ലാതെ, പ്രാർത്ഥിക്കാനല്ലാതെ മറ്റൊന്നും നമ്മളെ തന്നെ അങ്ങ് ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുത്തിട്ടത്. നെഹമ്യാവ് ഒരു പുരുഷനായിട്ടും നെഹമ്യാവ് ഏകാന്തതയില് അവന് കരയേണ്ട ആവശ്യമില്ല, ഉപവസിക്കേണ്ട ആവശ്യമില്ല. അതെങ്ങനെ തകർന്നു കിടന്നാൽ എനിക്ക് എന്താണെന്ന് ചോദിക്കാം. കാരണം അർത്ഥശേഷ രാജാവിന്റെ പാനപാത്രവാഹകനായിരുന്നു. അത്രയും ഉയർന്ന ഒരു പൊസിഷനിരുന്ന നെഹമ്യാവിന് ഒരിക്കൽ പോലും ആണെങ്കിൽ മറ്റുള്ളവരെ കുറിച്ച് ചിന്തിക്കേണ്ട ഒന്നും കാര്യമില്ല. എന്നാൽ അവൻ സഹോദര സ്നേഹമുള്ളവനാണ്, കുടുംബ സ്നേഹമുള്ളവനാണ്, ദൈവാലയത്തെ കുറിച്ചുള്ള എരിവുള്ള, ദൈവത്തെ സ്നേഹിക്കുന്ന ഒരു മനുഷ്യനായതുകൊണ്ട് അവൻ ദൂരദേശത്ത് നിന്ന് കേട്ട വർത്തമാന നിമിത്തം ദൈവസന്നിധിയിൽ ഇരുന്ന് കരഞ്ഞു, ഉപവസിച്ചു, പിന്നെ പറഞ്ഞു പ്രാർത്ഥിച്ചു. അപ്പം നമ്മുടെ പ്രാർത്ഥന എത്രമാത്രം ഉയരുന്നോ, നമ്മുടെ പ്രാർത്ഥന എത്രമാത്രം ശക്തിപ്പെടുന്നോ. ചില പ്രാർത്ഥനകളൊക്കെയും തടഞ്ഞു നിൽക്കും. നമുക്കറിയാം, ദാനിയേലിന്റെ പുസ്തകം വായിക്കുമ്പോൾ ദാനിയേലിന്റെ പ്രാർത്ഥനയുടെ ആരംഭത്തെ ദാനിയേൽ 21 ദിവസം ഉപവാസം എടുക്കാൻ പ്രാണിട്ടു, എന്തൊക്കെയോ വിഷയങ്ങളിൽ മുറത്ത്. പക്ഷെ ഉപവസിച്ചു, പ്രാർത്ഥിച്ചതിന്റെ ആരംഭത്തിൽ തന്നെ സ്വർഗത്തിൽ നിന്ന് മറുപടി ഇട്ടു. എന്നാൽ ആ മറുപടി പാർസി രാജ്യത്തിന്റെ പ്രഭു അത് തടഞ്ഞു വെച്ചു. 21 ദിവസം തടഞ്ഞു വെച്ചു. ദാവീദ് ഇങ്ങനെ ദാനിയേൽ ഉപവസിക്കുക, പ്രാർത്ഥിക്കുക, പക്ഷെ പ്രാർത്ഥനയുടെ മറുപടി വരുന്നില്ല. എന്താണ് മറുപടി വരാത്ത, എന്താണ് കാര്യം എന്നുള്ള അതിന്റെ ആ കാരണം കണ്ടുപിടിച്ചപ്പോൾ ആ ദേശത്തിന്റെ പാർസി പ്രഭുവിന്റെ ആ പോരാണെന്ന് മനസ്സിലായി. അപ്പോഴാണ് ദാവീദ് പിന്നെ ദാനിയേല് ദൈവസന്നിധിയില് വീണ്ടും പ്രാർത്ഥിച്ചെന്തോ ആ മറുപടി തടഞ്ഞു വെച്ചത് അത് തടഞ്ഞതിനെ മാറ്റി അതിനെ ദൂതനെ ഇറക്കി വെട്ടിക്കളഞ്ഞ് അതെന്റെ കരങ്ങളിൽ ലഭിക്കണമെന്ന് പറഞ്ഞ് ദാനിയേല് പ്രാർത്ഥിച്ചപ്പോൾ കർത്താവ് തന്റെ സ്വർഗത്തിൽ മീഖായേലിനെ അയച്ച് ആ പ്രാർത്ഥനയുടെ മറുപടി കരത്തിൽ വരാൻ തക്കവണ്ണം പാർസി രാജ്യത്തിന്റെ പ്രഭുവിനെ വെട്ടി അത് മറുപടി തന്റെ കരത്തിൽ കൊണ്ടുവന്നു. അതുപോലെ തന്നെയാണ് ഇവിടെ നെഹമ്യാവും ഉപവസിച്ചു, കണ്ണുനീരോടെ പ്രാർത്ഥിച്ചു, ഉപവസിച്ചു. പിന്നൊരു കാര്യം ചെയ്തെന്തുവാ, എൻ്റെ പൂർവ്വപിതാക്കന്മാരുടെ പാപം ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുത്തു. നമ്മളൊക്കെ ഈ പ്രസന്റ് സിറ്റുവേഷനിലുള്ള നമ്മുടെ ഈ ജനറേഷനിൽ നമുക്കറിയത്തില്ല, നമ്മൾ ആർക്കും ഒരു പാപം ചെയ്യുന്നില്ല. നമ്മൾ ദൈവസന്നിധി ഇരിക്കുമ്പോൾ നമ്മൾ പാപം ചെയ്യുന്നില്ലെന്നല്ല, നമ്മൾ പാപിയാണ്. നമ്മൾ ഓരോ നിമിഷവും പാപം നിറഞ്ഞ ലോകത്ത് ജീവിക്കുമ്പോൾ വാക്കുകൊണ്ട്, നോട്ടം കൊണ്ട്, ചിന്ത കൊണ്ട്, പ്രവൃത്തി കൊണ്ടൊക്കെ നമ്മൾ പാപം ചെയ്യുന്നവരെന്നാൽ നമ്മുടെ പൂർവ്വപിതാക്കന്മാർ അവർ ദൈവത്തെ അറിഞ്ഞവരാണോ അറിയാത്തവരാണോ ഒന്നും നമുക്കറിയത്തില്ല. പക്ഷെ അവർ ജീവിച്ചു വരുന്ന സാഹചര്യങ്ങളിൽ എൻ്റെ പൂർവ്വപിതാക്കന്മാരൊക്കെ ഒത്തിരി അകൃത്യങ്ങൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ എൻ്റെ തലമുറ വന്നപ്പോൾ ഞാൻ ആ അകൃത്യമൊക്കെ കേട്ടപ്പോൾ ഞാൻ ദൈവസന്നിധിയിൽ എന്നും ഞാൻ ആ പൂർവ്വപിതാക്കന്മാരുടെ പാപം കർത്താവെ ഓർക്കരുതേ. കാരണം ദൈവം പറയുന്നുണ്ട്, ഒരു മനുഷ്യന്റെ അകൃത്യത്തിന് ഞാൻ ഇങ്ങനെ തലമുറയോളം ഞാൻ ശിക്ഷിക്കും. എന്നാൽ ദൈവം സ്നേഹിക്കുന്നവർക്ക് അത് 1000 സംവത്സരം നന്മ ചെയ്യുന്നത്. അപ്പം നന്മയ്ക്ക് ഒത്തിരി സംവത്സരമുണ്ട്, തിന്മയ്ക്ക് കുറഞ്ഞ പീരീഡേ ഉള്ളെങ്കിലും
പക്ഷെ വരുന്ന തലമുറകള് അപ്പന്മാരുടെ പാപങ്ങളെ, പൂർവ്വപിതാക്കന്മാരുടെ പാപങ്ങളെ, നമ്മുടെ പിന്നെ അപ്പനപ്പൂപ്പന്മാര് ചെയ്ത പാപങ്ങളൊക്കെ ദൈവസേനയിൽ കിടക്കുമ്പോൾ ഒന്നും അറിയാതെ ജനിക്കുന്ന തലമുറകളാണ് അതൊക്കെ അനുഭവിച്ചു വരുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മളും ദൈവസന്നിധിയിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവസന്നിധിയിൽ ഒന്നാമത് നമ്മുടെ പൂർവ്വപിതാക്കന്മാരുടെ പാപം ഏറ്റുപറയണം. നമ്മുടെ നന്മയ്ക്ക് വിരോധമായി, നമ്മുടെ നന്മയ്ക്ക് തടസ്സമായി എന്തെങ്കിലും അവരുടെ ജീവിതത്തിൽ ചെയ്തു പോയ തിന്മകൾ ഫോളോ ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ രാത്രി ദൈവദാസൻ പറഞ്ഞു, ജനറേഷൻ വഴി വരുന്ന എല്ലാ ശാപങ്ങളും ഇന്ന് രാത്രി വെട്ടി പ്രാർത്ഥിക്കുന്ന. അപ്പം ശാപം, ആ ശാപങ്ങൾ നമ്മുടെ തലമേൽ വരാതിരിക്കാൻ തക്കവണ്ണം നമ്മുടെ ഇനിയും വരുന്ന തലമുറകൾക്ക് ഒരനർത്ഥം നമ്മുടെ ജീവിതത്തിൽ വന്ന കുറവ് കൊണ്ട്, നമ്മുടെ നമ്മൾ അറിയാതെ ചെയ്തു പോയ തെറ്റുകൊണ്ട് നമ്മുടെ തലമുറകളോ ഇനിയും വരുന്ന ജനറേഷനോ ഒന്നും ശിക്ഷിക്കപ്പെടാതിരിക്കണമെങ്കിൽ നമ്മൾ ദൈവസന്നിധിയിൽ ഒരു നെഹമ്യാവിനെ പോലെ, ഒരു ഹന്നായെ പോലൊക്കെ ദൈവസന്നിധിയിൽ ഇരുന്ന് നമ്മുടെ പാപം ഏറ്റുപറഞ്ഞിട്ട് ദൈവസന്നിധിയിൽ നമ്മളോട് ദൈവം പറഞ്ഞ വാഗ്ദാനങ്ങളെ ഓർത്തിട്ട് നമ്മൾ അതിനെല്ലാം പ്രാർത്ഥിക്കണം. അതുപോലെ ലാസ്റ്റ് അതിനകത്ത് തന്നെ പറയുന്നുണ്ട്, വാഗ്ദത്തങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കാൻ. കർത്താവ് പറഞ്ഞിട്ടുണ്ടല്ലോ, വാഗ്ദത്തം കുറെ നമുക്ക് തന്നിട്ടുണ്ട്. നമ്മൾ ജനിച്ചപ്പോ തൊട്ടേ നമ്മൾ ഇഷ്ടംപോലെ പ്രവാചകന്മാരെ കൂടെ ഒക്കെ നമ്മളോട് അനേക വാഗ്ദത്തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പലതും നടന്നിട്ടുണ്ട്, പലതും നടക്കാനുണ്ട്, പലതും അവധി വെച്ചിട്ടുള്ള ചില വിഷയങ്ങളുണ്ട്. എന്തുകൊണ്ടാണ് ഇതൊക്കെ? ഇന്ന് രാത്രി നമ്മളെ തന്നെ ഒന്ന് ശോധന ചെയ്യണം. കർത്താവ്, എന്റെ കുറവ് കൊണ്ടാണോ എന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കാത്തത്? അതുപോലെ തന്നെ എൻ്റെ പൂർവ്വപിതാക്കന്മാരുടെ ചെയ്ത ചില മണ്ണിന്റെ പാപങ്ങളുണ്ട്, നമ്മളൊന്നും ചെയ്യാത്തതാണ്. എന്നാൽ നമ്മുടെ ദേശത്ത് പൊരുതുന്ന ഒരുപാട് അന്ധകാര മണ്ഡലങ്ങളിലുണ്ട്. ഇതിനോടൊക്കെ നമ്മൾ ജയിക്കണമെങ്കിൽ നമ്മുടെ പ്രാർത്ഥന ശക്തിയുള്ള ഒരു ആയുധമായി തീരണം. നല്ല ശക്തിയുള്ള പ്രാർത്ഥനയ്ക്ക് മാത്രമേ പർവ്വതങ്ങളെ തകർക്കുവാൻ കഴിയത്തുള്ളൂ, ചെങ്കടലിനെ വിഭാഗിക്കാൻ കഴിയത്തുള്ളൂ. പ്രാർത്ഥനയുടെ മുൻപിൽ മുട്ടുമടക്കാത്ത ഒന്നും നമ്മുടെ ജീവിതത്തിലില്ല. എൻ്റെ അനുഭവത്തിൽ ഞാൻ മരുഭൂമിയിൽ സൗദി അറേബ്യയിലെ 12 വർഷക്കാലം ഒറ്റയ്ക്കിരുന്നു. ഞാൻ പലരോടും പറയും, ഒറ്റയ്ക്ക് ഞാൻ ഉപവസിച്ചും പ്രാർത്ഥിച്ചും മേടിച്ച അനുഗ്രഹം ഇന്ന് എത്ര മേടിച്ചാലും ഇന്ന് ഒത്തിരി പേരുടെ പ്രാർത്ഥനയും കണ്ണുനീരും അതിന്റെ പിന്നിലുണ്ട്. എന്നാൽ അന്ന് 12 വർഷക്കാലം ഒരു ഫോണില്ല, ഒരു ലെറ്റർ എഴുതിയാൽ മറുപടി പറഞ്ഞ് 16 ദിവസം വേണം പോയി വരണമെങ്കിൽ. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ മുട്ടുമടക്കാനല്ലാതെ മറ്റൊന്നും കഴിയത്തില്ല. 1 മിനിറ്റ് ഫോൺ ചെയ്യണമെങ്കിൽ 8 റിയാൽ കൊടുക്കേണ്ട സാഹചര്യങ്ങളുണ്ട്. അപ്പം ഹലോ സുഖമാണോ എന്ന് ചോദിക്കുമ്പോൾ 8 റിയാൽ തീരും. എന്നാൽ ഇന്ന് നമുക്ക് സുലഭമാ ഫോണ്, നമുക്ക് എത്ര മണിക്കൂർ വേണമെങ്കിലും ഫ്രീ ആയിട്ട് സംസാരിക്കാം. അന്നത്തെ കാലത്ത് അങ്ങനെയല്ല. എന്നാൽ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന ഭക്തൻ മുട്ടുമടക്കുമ്പോൾ, ഉപവസിക്കുമ്പോൾ, പ്രാർത്ഥിക്കുമ്പോൾ, ദൈവത്തിന്റെ മുഖം അന്വേഷിക്കുമ്പോൾ, അതുപോലെ നമ്മളോട് ദൈവം പറഞ്ഞ വാഗ്ദാനങ്ങളെ ഓർത്ത് നന്ദിയുള്ള ഹൃദയത്തോടെ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുമ്പോൾ തക്ക സമയത്ത് അതിന് ഒരു മാറ്റവുമില്ലാതെ മറുപടികളെല്ലാം എൻ്റെ ജീവിതത്തിൽ 12 വർഷക്കാലം ഞാൻ കാരാഗ്രഹത്തിൽ കിടന്നതുപോലെ ഒരു മുറിക്കുള്ളിൽ കിടന്ന് ഞാൻ പ്രാർത്ഥിക്കുകയും ആരാധിക്കുകയും എല്ലാം ചെയ്ത് സ്വന്തമായി എങ്ങനെ വേണേലും നടന്നു വേണമെങ്കിൽ ആരാധിക്കാം, കിടന്നാരാധിക്കാം, അതുപോലെ മുട്ടിമേ നിൽക്കാം, ഓടി നടന്ന് ആരാധിക്കാം, എങ്ങനെ വേണേലും നമുക്ക് പ്രാർത്ഥിക്കാമായിരുന്നു. ആ സാഹചര്യങ്ങളൊക്കെ മറുപടി തൊട്ടു മുന്നിൽ തന്നെ ഞാൻ കണ്ണുകൊണ്ട് കണ്ടതാണ്, ഞാൻ എൻ്റെ ചെവി കൊണ്ട് കേട്ടിട്ടുള്ളത്. അതുകൊണ്ട് ഇന്ന് രാത്രികാലം നമ്മൾ ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ നമ്മളെ തന്നെ താഴ്ത്തി ഏൽപ്പിക്കണം. ദൂരദേശത്ത് നിന്ന് വർത്തമാനങ്ങൾ നിമിത്തം നമ്മൾ കരയുവാനല്ല, നമ്മൾ സങ്കടപ്പെട്ടിരിക്കാനല്ല, നമ്മുടെ മനം തകർക്കാനല്ല, കേട്ടിട്ട് നമ്മൾ കർത്താവിൽ ധൈര്യപ്പെട്ടിട്ട് ദൈവസന്നിധിയിൽ കണ്ണുനീരൊഴുക്കണം. നമ്മുടെ കണ്ണുനീര് ഈ ലോകത്തിന്റെ മുമ്പിൽ നമ്മൾ ഒഴുക്കിയാലുണ്ടല്ലോ എല്ലാവരും പറയും, ഓ ഉണ്ട് അവള് കരഞ്ഞു. ഉള്ളിൽ അവർ സന്തോഷിച്ചുകൊണ്ട് ഇത് രാത്രി ആ സങ്കീർത്തനത്തിൽ പറഞ്ഞതുപോലെ ദുഷ്ടൻ പുറമേ ചിരിക്കും, എന്നാൽ അവന്റെ ഉള്ളിൽ അവര് എപ്പോഴും പല്ല് ഞെറുമിക്കൊണ്ടിരിക്കും. എന്നാൽ ദൈവസന്നിധിയിൽ മുട്ടുമടക്കുന്ന ഭക്തന്റെ ജീവിതത്തില് ഒരിക്കൽ ലോകത്തിന്റെ മുമ്പിൽ മുട്ടുമടക്കാനിടയാകത്തില്ല. പ്രാർത്ഥന ഒരു ശക്തമായ ഒരു ആയുധമാണ്. അതുകൊണ്ട് ആ പ്രാർത്ഥനയിൽ നമുക്ക് മുന്നേറാം. ഇന്ന് രാത്രികാലം പേഴ്സണലായിട്ട് ഓരോ വിഷയങ്ങളെ നമുക്ക് ദൈവസന്നിധിയിൽ ഏൽപ്പിക്കാം. തങ്ങളെ തന്നെ താഴ്ത്തി ഏൽപ്പിച്ചുകൊണ്ട് കണ്ണുനീരോടെ, ഉപവാസത്തോടെ, പ്രാർത്ഥനയോടെ, പിതാക്കന്മാരുടെ പാപം ഏറ്റുപറഞ്ഞ് ദൈവം പറഞ്ഞിരിക്കുന്ന വാഗ്ദാനങ്ങളെ ഓർത്ത് നന്ദിയുള്ള ഹൃദയത്തോടെ ഇന്ന് രാത്രികാലം നമ്മെ തന്നെ ദൈവസന്നിധിയിൽ ഏൽപ്പിക്കാം. നമുക്ക് വേണ്ടി മറ്റുള്ളവരൊക്കെ പ്രാർത്ഥിക്കാമെന്ന് പ്രാർത്ഥിക്കുമെന്ന് പറഞ്ഞിട്ടും ഒന്ന് പ്രാർത്ഥിച്ചേച്ചും പോകുന്നവരുണ്ട്. പക്ഷെ എന്നാൽ ചില വ്യക്തികൾ മാത്രമേ ഉള്ളൂ നമ്മുടെ വിഷയങ്ങൾക്ക് ആ മറുപടി ലഭിക്കുമ്പോഴോ ആത്മാർത്ഥതയോടെ പ്രാർത്ഥിക്കത്തുള്ളൂ. നമ്മൾ തന്നെ പ്രാർത്ഥിക്കാൻ കാണത്തുള്ളൂ. അതുകൊണ്ട് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് തടസ്സം വരാതിരിക്കാൻ തക്കവണ്ണം
നമ്മളെ ഏൽപ്പിച്ച് നമ്മുടെ ജീവിതത്തിന്റെ കുറവ് ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് ഓരോ കുഞ്ഞുങ്ങളുടെയും പ്രാർത്ഥനാ വിഷയങ്ങളെ ദൈവസന്നിധിയിൽ ഏൽപ്പിക്കാം. എനിക്ക് വചനം പറയാനൊന്നും വലിയ പ്രാഗൽഭ്യമൊന്നുമില്ല. എന്നാൽ ഇന്നത്തെ സാഹചര്യം ഇങ്ങനെ ആയതുകൊണ്ട് ഞാൻ അല്പസമയം പറഞ്ഞു എന്നുള്ളതുള്ളൂ. ഇതിനകത്ത് വന്നുപോയ തെറ്റുകുറ്റങ്ങളെല്ലാം സദയം ക്ഷമിക്കണമേ എന്ന് ഓർപ്പിച്ചുകൊണ്ട് ദൈവനാമത്തിലിരിക്കുന്നു. പ്രാർത്ഥനാ വിഷയങ്ങളെ ഓർക്കാം. പറഞ്ഞോ, പ്രാർത്ഥനാ വിഷയങ്ങളുണ്ടെങ്കിൽ. ഞാൻ ലീവായാലും നിങ്ങളെല്ലാവരും നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനാ വിഷയങ്ങളെ പരസ്പരം പ്രാർത്ഥിക്കുക. എനിക്കിവിടെ ഇന്ന് ഞാൻ നോക്കുന്ന പേഷ്യന്റെ ബർത്ത്ഡേ ആണ്. അതുകൊണ്ട് മക്കള് ഏത് സമയം വരുന്നതെന്ന് അറിയത്തില്ല. അതുകൊണ്ട് വിഷയങ്ങള് ഓരോരുത്തർ ആത്മാർത്ഥമായിട്ട് ഓരോരുത്തർ പറയുന്ന പ്രാർത്ഥനാ വിഷയങ്ങൾ കേട്ട് മറ്റുള്ളവർ പ്രാർത്ഥിക്കുക. മുനിമ ആദ്യം പിന്നെ സുശീല സിസ്റ്റർ പറഞ്ഞ പ്രാർത്ഥനാ വിഷയം പ്രാർത്ഥിച്ചേ. ഇതിനകത്ത് തലമുറകളില്ലാതെ ഭാരപ്പെടുന്നവരുണ്ട്. അതുപോലെ യൂട്രസ് മുഴയായി ഭാരപ്പെടുന്ന ബീന ഉണ്ട്. തലമുറയില്ലാതെ ഭാരപ്പെടുന്ന നമ്മുടെ ബീന, നാൻസി, പിന്നെ വേറെ ആരാ, ബ്ലെസ്സി സിസ്റ്ററെ, അശ്വതി, ആരതി, കൃപ. കർത്താവേ സ്തോത്രം 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 സ്തോത്രം. നല്ലവനും വിശ്വസ്തനും വാക്കുമാറാത്തവനുമായ എന്റെ സ്വർഗീയ നല്ല പിതാവേ, ഈ രാത്രിയുടെ യാമത്തിൽ കർത്താവേ, ഈ പ്രിയ മകളിൽ കൂടി കേട്ട എല്ലാ പേരുകളും കർത്താവേ അപ്പായുടെ കരങ്ങളിലേക്ക് ഞങ്ങൾ മുറ്റുമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഉദരഫലം ഞങ്ങളുടെ അവകാശം മക്കളെ ഹോവ തരുന്ന ദാനമാണ് കർത്താവേ. അവയെ ചൊല്ലി ഭാരപ്പെടുന്ന നിന്റെ പേര് പറഞ്ഞ എല്ലാ മക്കളെയും പേരുപേരായി ഞങ്ങളുടെ അപ്പയുടെ കരങ്ങളിലേക്ക് മുറ്റുമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, യേശുവേ നന്ദിയപ്പ, നന്ദി പിതാവേ. ഹാലലുയ 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 ഹാലലുയ. ദൈവമേ, ഞങ്ങൾ കർമ്മേൽ ഗ്രൂപ്പിൽ ഒരു മനപ്പെട്ട ഐക്യമത്യത്തോടെ സഭയായി ഒരുമിച്ച് എൻ്റെ അപ്പായോട് ഈ മക്കൾക്ക് വേണ്ടി ഞങ്ങൾ യാചിക്കുകയാണ് കർത്താവേ. അടുത്ത വർഷം ഈ സമയം കർത്താവേ, സാറായ്ക്ക് വാഗ്ദത്തം ചെയ്തതുപോലെ കർത്താവേ, എലിസബത്തിന് വാഗ്ദത്തം ചെയ്തതുപോലെ, ഹന്നെ അനുഗ്രഹിച്ചതുപോലെ കർത്താവേ, അങ്ങയുടെ മക്കളായ ഞങ്ങൾ കർത്താവേ, കണ്ണുനീരോടെ പ്രാർത്ഥനയോടെ യാചനയോടെ അപ്പായുടെ പാദപീഠത്തിലേക്ക് ഈ വിഷയത്തെ സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന എൻ്റെ വലിയവനായ ദൈവം, അടുത്ത വർഷം ഈ സമയം നിന്റെ മക്കൾ ഓരോ കുഞ്ഞുങ്ങളെ അണയ്ക്കുവാൻ തക്കവണ്ണം സ്വർഗത്തിലെ ദൈവത്തിന്റെ കരം നിന്റെ മക്കൾക്കായി നീട്ടണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഒന്നോ രണ്ടോ പേർ ഇവിടെ കൂടിയാലും ഞാൻ നിങ്ങളുടെ മധ്യത്തിലുണ്ടെന്ന് അരുളി ചെയ്ത കർത്താവേ, ഞങ്ങൾ അപ്പായുടെ സന്നിധിയിൽ സഭയായി ഒരുമിച്ച് അപ്പയുടെ കരങ്ങളിലേക്ക് മുറ്റുമായി സമർപ്പിക്കുന്ന ദൈവമേ, നിന്ദിത പാത്രമായി തീരാൻ നായകനെ ഞങ്ങളെ കൈവിടല്ലേ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്വർഗത്തിലെങ്കിലും ഭൂമിയിലെങ്കിലും രക്ഷയ്ക്കായി അങ്ങയുടെ നാമമല്ലാതെ മറ്റൊരു നാമവും ഐക്യപ്പെട്ടിട്ടില്ല. നീ ഒരു മനുഷ്യരിലും ആശ്രയം വയ്ക്കരുത്. യഹോവയിൽ ആശ്രയിച്ചുകൊള്ളുക, പ്രഭക്കന്മാരിൽ ആശ്രയിക്കരുത്, എൻ്റെ പിതാവിൽ ആശ്രയം വെച്ചുകൊള്ളുക എന്ന് ഞങ്ങൾക്ക് വാഗ്ദത്തം തന്ന പിതാവേ, രാത്രികാലം ദൈവമേ, ഞങ്ങളുടെ ഈ വിഷയങ്ങളെ എൻ്റെ അപ്പായുടെ പൊന്നുകരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന, അനുഗ്രഹിക്കുന്ന, രക്തം കൊണ്ട് മുദ്രയിടുന്ന എൻ്റെ വലിയവനായ ദൈവം, ഞങ്ങളുടെ പ്രാർത്ഥന യാചനയും കേട്ടിരിക്കാൻ സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ 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 ആമേൻ. ദൈവം നമ്മുടെ പ്രാർത്ഥന കേട്ടതിനായി നമുക്ക് സ്തോത്രം ചെയ്യാം. സ്തോത്രം സ്തോത്രം. ലിസി അമ്മാമേ, വല്ല വിഷയമുണ്ടോ? ഉണ്ടെങ്കിൽ മ്യൂട്ട് തുറന്ന് പറഞ്ഞു. റോഷ്ന, ആരെയും ഒക്കെ പ്രാർത്ഥനാ വിഷയങ്ങൾ പറഞ്ഞു. സുശീല കണ്ടിന്യൂ ചെയ്യണേ. മക്കൾ വന്നെന്ന് തോന്നുന്നു, ഞാൻ നോക്കട്ടെ. 2 മക്കളെ ഹല്ലേലൂയ ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവെ. കർത്താവെ, ഈ ഗ്രൂപ്പിലുള്ള സർവ്വ മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. പലർക്കും പലവിധമാണ് ആവശ്യങ്ങളുണ്ടല്ലോ യേശുപ്പച്ച. നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവെ. പലരും കർത്താവെ പറയുവാൻ മടിക്കുന്നുണ്ട് കർത്താവെ. കർത്താവെ, എങ്കിലും കർത്താവെ, അവിടുന്ന് സർവ്വ കാര്യങ്ങളും അറിയുന്ന ദൈവമാണല്ലോ അപ്പച്ച. ഹല്ലേലൂയ സ്തോത്രം. ഓരോ മക്കളുടെ ആവശ്യത്തെയും കർത്താവെ, നീ അവർക്ക് തക്ക സമയത്ത് നടത്തി കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഹല്ലേലൂയ കർത്താവെ. സുശീല സിസ്റ്റർ പറഞ്ഞതുപോലെ കർത്താവെ, ആ മകളുടെ കൈയിന്റെ ആ ഗ്രോത്ത് എന്തുവാണെന്നെങ്കിലും കർത്താവെ, അവിടുന്ന് വലിയവനാണ് കർത്താവെ. അവിടുത്തെ വചനം അയച്ച് കർത്താവെ, നിന്റെ മകളെ വിടുവിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. കയ്യിലെയോ കക്ഷത്തിലോ എന്തെങ്കിലുമൊക്കെ കർത്താവെ, മുഴയോ എന്തെങ്കിലും വേദനയോ കർത്താവെ ഉള്ളതൊക്കെയും കർത്താവിന് സർവ്വതും അറിയാവില്ല അപ്പച്ച. ഹല്ലേലൂയ.
ദൈവമേ നിന്റെ മകൾക്ക് സൗഖ്യം കൊടുക്കണമേ. മകളോട് ഇത്രത്തോളം കരുണയായിരുന്നതിനായി കോടാനും കോടി സ്തോത്രം. കുടുംബത്തിനായി സ്തോത്രം സ്തോത്രം. ശിശിരസിനായി സ്തോത്രം സ്തോത്രം സ്തോത്രം. നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവെ. നിന്റെ മകളോട് കൂടെ ഇരിക്കണമേ കർത്താവെ. കർത്താവെ നിന്നെ സ്തുതിക്കുവാൻ കർത്താവെ ദീർഘായുസും മനസമാധാനവും കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആ കുടുംബത്തെ പൊന്നുപാദത്തിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ ഹല്ലേലൂയ. സ്തോത്രം 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 കർത്താവെ. ഗ്രൂപ്പിലുള്ള എല്ലാ മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. വീണ്ടും കുഞ്ഞുങ്ങളില്ലാത്തവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. മക്കളുള്ള സന്തോഷമുള്ള മാതാവായി ഭവനത്തിൽ വസിക്കുമാറാക്കും എന്ന് ദൈവത്തിന്റെ വചനമാ കർത്താവെ. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം കർത്താവെ. ഒരു കുഞ്ഞുങ്ങൾ പോലും സന്താനമില്ലാതെ കർത്താവെ കണ്ണുനീര് പൊഴിക്കുവാൻ ഇടയാകാത്തവണ്ണം എന്റെ ദൈവത്തിന്റെ കൃപ കർത്താവെ നീ അവരോട് കൂടെ ഇരുന്ന് കർത്താവെ കുഞ്ഞുങ്ങളുടെ ആവശ്യങ്ങളൊക്കെയും നടത്തി കൊടുക്കുന്നതിനായി നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന കർത്താവെ. ഈ ഗ്രൂപ്പിൽ പലർക്കും പലവിധமான ആവശ്യങ്ങളുണ്ട് കർത്താവെ. കർത്താവെ ഞങ്ങൾ അറിയുന്നില്ല, അപ്പൻ അറിയുന്നുണ്ടല്ലോ അപ്പ. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. കുഞ്ഞാടെ പരിശുദ്ധ രക്തത്താല് കർത്താവെ അവരുടെ കാര്യങ്ങളെ നടത്തണമേ. കുഞ്ഞാടെ നിന്റെ കൃപയാൽ കർത്താവെ ഞങ്ങളെ വഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. കുഞ്ഞാടിന്റെ രക്തത്താലും സാക്ഷ്യത്തിന്റെ വചനത്താലും കർത്താവെ ഓരോ കുടുംബത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ. കർത്താവെ ദൈവജനത്തിന് കർത്താവ് ആശ്രയം കർത്താവെ. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം. ഒരുമനപ്പെട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളുടെ പ്രാർത്ഥനാ ശബ്ദം ദൈവം കേൾക്കുന്നു. ഞങ്ങളുടെ യാചനകളൊക്കെ ഇത്രത്തോളം ജയം തന്ന ദൈവത്തിന് സ്തോത്രം. ഇതുവരെ ഞങ്ങളെ കരുതി കാത്തു പരിപാലിച്ച ദൈവത്തിന് കോടാനും കോടി സ്തോത്രം കർത്താവെ. ഹല്ലേലൂയ. കർത്താവെ ദൈവഹിതപ്രകാരം ജീവിക്കുവാനും ദൈവവചനപ്രകാരം ഞങ്ങൾ ഓരോ ദിവസവും കർത്താവെ പാട്ടാലും സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും കർത്താവെ അങ്ങേ സ്തുതിക്കുവാൻ അങ്ങയുടെ ഇഷ്ടത്തിൻ പ്രകാരം ഞങ്ങൾ ജീവിക്കുവാൻ തക്കവണ്ണം കർത്താവെ ഞങ്ങളെ ഓരോ കുടുംബത്തെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. കർത്താവെ വാക്കുകളാലോ ചിന്തകളുണ്ടോ പ്രവൃത്തി കൊണ്ടോ കർത്താവെ ഞങ്ങൾ അറിഞ്ഞും അറിയാതെയും കർത്താവെ പല തെറ്റുകളിലും വീണിട്ടുണ്ട് കർത്താവെ. ഞങ്ങളെല്ലാം ഓർത്ത് മാപ്പ് അപേക്ഷിക്കുന്ന കർത്താവെ. വീണ്ടും ഒരു പുതുജന്മം പ്രാപിച്ച് ജീവിക്കുവാനുള്ള കൃപ അടിയങ്ങൾക്ക് തന്നതിനായി നന്ദി കർത്താവെ. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം. ഈ ഗ്രൂപ്പിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഗ്രൂപ്പിൽ കടന്നു വന്നിട്ടുള്ള എല്ലാ കുടുംബത്തെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഇത്രത്തോളം ഞങ്ങളെ കാത്തു പരിപാലിച്ച വൻകൃപയ്ക്കായി നന്ദിയോടെ സ്തുതിക്കുന്നു കർത്താവെ. എല്ലാ ആത്മാക്കളെയും കർത്താവെ മാനസാന്തരപ്പെട്ട് ജീവിക്കുവാനുള്ള കൃപ കൊടുക്കണമേ കർത്താവെ. കുഞ്ഞുങ്ങളൊക്കെ ദൈവസന്നിധിയിൽ കടന്നു വരുവാൻ തക്കണം ദൈവം കൃപ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഒരു തലമുറ പോലും നശിച്ചു പോകാൻ അവിടുന്ന് ഇഷ്ടമല്ലല്ലോ കർത്താവെ. കർത്താവെ ദുഷ്ടന്റെ ഒരു തന്ത്രവും കർത്താവെ ജയിക്കുവാൻ അനുവദിക്കരുത് കർത്താവെ. നിന്റെ മക്കളെ കർത്താവെ കാവലും കോട്ടയുമായി കാത്തു പരിപാലിക്കണമേ കർത്താവെ. അവിടുത്തെ ദൂതഗണങ്ങളെ ഒക്കെയും ഞങ്ങളോടുകൂടെ നിർത്തിയിരിക്കുന്നതിനായി നന്ദി കർത്താവെ. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം. രക്തത്താൽ ജയം. ഹല്ലേലൂയ ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം. യേശുവിൻ രക്തം കുഞ്ഞാടിന്റെ രക്തത്താലും സാക്ഷ്യത്തിന്റെ വചനത്താലും കർത്താവെ ഓരോ കുടുംബത്തെ അനുഗ്രഹിക്കുന്ന കർത്താവെ. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം. നന്ദിയോടെ സ്തുതിക്കുന്ന കർത്താവെ. കർത്താവെ ഞങ്ങൾക്ക് പറയാൻ വയ്യാത്ത പലവിധமான കാര്യങ്ങളുണ്ട് കർത്താവെ. എങ്കിലും എൻ്റെ അപ്പൻ സർവ്വതും അറിയുന്നുണ്ടല്ലോ അപ്പന്റെ കാൽപാദത്തിൽ എല്ലാ പ്രസന്നത്തെ അടിയങ്ങൾ ഒപ്പടയ്ക്കുന്ന കർത്താവെ. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. നന്ദിയോടെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. കർത്താവെ ജനങ്ങളൊക്കെ സത്യം അറിയുകയും സത്യം അവരെ സ്വതന്ത്രരാക്കുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ തിരുരക്തത്താൽ ഞങ്ങളെ എല്ലാം കഴുകി ശുദ്ധീകരിച്ചിരിക്കുന്നതിനായി നന്ദിയോടെ സ്തോത്രം സ്തോത്രം സ്തോത്രം. ആത്മാവേ പരിശുദ്ധാത്മാവേ കൃപയായിരിക്കണമേ. ആത്മാവേ ഓരോ കുടുംബത്തും അവിടുത്തെ അഭിഷേകം ഇറങ്ങണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. കുഞ്ഞുങ്ങളുടെ മേൽ കർത്താവെ, ദൂരദേശത്ത് താമസിക്കുന്ന മക്കളുടെ മേൽ കർത്താവെ, കിച്ചുവിന്റെ മേൽ, റിറ്റിയുടെ മേൽ കർത്താവെ, സജോയുടെ മേൽ, ചെറിയാന്റെ മേൽ കർത്താവെ, സാറാമ്മ മേൽ കർത്താവെ, എല്ലാവരും അഭിഷേകം പ്രാപിക്കണമേ. നിധിയുടെ മേലെ, നിവിയുടെ മേലെ കർത്താവെ, സച്ചിന്റെ മേലെ യേശുപ്പിച്ച നന്ദിയോടെ സ്തുതിക്കുന്നു കർത്താവെ. മഞ്ജുഷ മേലെ കർത്താവെ
നിന്റെ തിരുകൃപ കൂടെ ഇരിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ഗ്രൂപ്പിൽ ഞങ്ങൾ അറിഞ്ഞു അറിയാതെ ഉള്ള കർത്താവെ, ദൂരദേശത്തിരിക്കുന്ന കുഞ്ഞുങ്ങളെ, നാട്ടിലിരിക്കുന്ന കുഞ്ഞുങ്ങളെ, മാതാപിതാക്കളോട് ചേർന്ന് കഴിയുന്ന കുഞ്ഞുങ്ങളെ എല്ലാവരെയും പുനഃപാദത്തിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങൾക്ക് ബലം കൊടുക്കണമേ കർത്താവെ. അവരുടെ മാനസികമായ പ്രയാസത്തിൽ നിന്നും ശാരീരികമായ ബുദ്ധിമുട്ടിൽ നിന്നും ഒക്കെയും എന്റെ കർത്താവ് കൃപ ചെയ്യണമേ കർത്താവെ. അവർക്ക് മനസ്സമാധാനവും സന്തോഷവും കൊടുക്കണേ കർത്താവെ. കുഞ്ഞുങ്ങൾ കർത്താവെ നിന്നെ സ്തുതിക്കേണ്ടിവരാണല്ലോ കർത്താവെ. അവരുടെ നാവിനെ ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. യേശുവേ നന്ദി കർത്താവെ. സ്തോത്രം സ്തോത്രം സ്തോത്രം. നന്ദിയോടെ സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുന്ന യേശു ക്രിസ്തുവിന്റെ വലിയ നാമത്തിൽ പിതാവേ, ആമേൻ. ബീനായിക്ക് എന്തോ പ്രാർത്ഥനാ വിഷയം? ആരാ നടക്കാൻ പറ്റാതിരിക്കുന്നെന്ന് പറഞ്ഞേ? മ്യൂട്ട് തുറന്ന് പറ. മൈക്കേ ക്ലിക്ക് ചെയ്യേ. മൈക്ക് ഓക്കെ, പറഞ്ഞു. സ്തോത്രം. ഞാൻ 6 വർഷമായിട്ട് ഒരു ചേച്ചി സ്ട്രോക്ക് വന്നിട്ട് ചേച്ചിയെ നോക്കുവോ, തിരുവനന്തപുരത്താണേ. അപ്പൊ ആ ചേച്ചിക്ക് ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്ത് അപ്പം പുള്ളിക്കാരുടെ ഒരു 3/4 ഭാഗം കുറവുണ്ട്. 3 മാസം വെന്റിലേറ്ററിലൊക്കെ കിടന്നതാണ്. അപ്പൊ ഇപ്പോഴാണെങ്കിൽ നമ്മളോട് തിരുമിക്കാനൊക്കെ പോയിട്ട് നടക്കും. തളർന്നിരിക്കുവായിരുന്നേ കാലേ. അപ്പൊ അതിനു വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണമായിരുന്നു. യേശുവേ രക്തം. വേറെ ആർക്കാ ഒരു തലമുറയിൽ ഇല്ലാതെ ഭാരപ്പെടുന്നവരുണ്ട്? അതുപോലെ അല്ല, തലമുറയല്ല, വിവാഹപ്രായമായത് 2-3 പേരുണ്ട്. അനീഷ് ഉണ്ട്, അതുപോലെ അഞ്ജലി ഉണ്ട്, ആശയുണ്ട്, ആശയുടെ സഹോദരനുണ്ട്, പിന്നെ നിവ്യ ഉണ്ട്, അതുപോലെ മഞ്ജുഷയ്ക്ക് ഒരു ജോലി വേണം, അതുപോലെ സിജോയ്ക്ക് ഒരു ജോലി വേണം. ആരാ ഈ വിഷയം പ്രാർത്ഥിക്കുന്നത്? അരുണച്ച ഒന്ന് പ്രാർത്ഥിച്ചേ. അരുണച്ച, അരുണച്ചാന് മൈക്ക് ഓണാക്ക. അമ്മാമ്മ ഒനിമ, അരുണച്ച എന്തിയാ പറഞ്ഞേ? വെളിയിലാണോ? ഓക്കെ. ഓക്കെ, ഞാനങ്ങ് പ്രാർത്ഥിച്ചേക്കാം. കർത്താവേ, സ്തോത്രം സ്തോത്രം സ്തോത്രം. രക്തത്തിലും വാദനത്തിലും പരിശുദ്ധാത്മാവിലെയും കാർമേൽ പ്രയർ ഗ്രൂപ്പുള്ള എല്ലാ കുടുംബത്തിലുള്ള സകല പ്രിയപ്പെട്ടവരെയും മുദ്രയിട്ട് പ്രാർത്ഥിക്കുന്നു. സ്തോത്രം സ്തോത്രം. വിശേഷം ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ എല്ലാം രക്തം കൊണ്ട് വാദനം കൊണ്ട് മുദ്രയിട്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, സ്തോത്രം 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 സ്തോത്രം. നാൾതോറും ഞങ്ങളുടെ ഭാരങ്ങളെ ചുമക്കുന്നയുടെ വാഴ്ത്തപ്പെട്ട സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട രാത്രിയുടെ യാമത്തി കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് കർത്താവെ ആ പറഞ്ഞ പേഷ്യനെ അങ്ങയുടെ തിരുസന്നിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കും. 4 ആൾ പക്ഷപാതക്കാരനെ ചുമന്നുകൊണ്ടുവന്നുള്ള വിശ്വാസം കണ്ട് പ്രവർത്തിച്ച കർത്താവെ, 38 വർഷക്കാലം കർത്താവെ ബെഥേസ്ത കുളക്കരയിൽ കിടന്ന് ഒറ്റ രോഗിക്ക് വേണ്ടി എൻ്റെ അപ്പച്ചൻ അവിടം വരെയും ചെന്നതുപോലെ ഇന്ന് രാത്രികാലം കർത്താവെ, പ്രിയമകൾ ആ പേഷ്യനെ കെയർ ചെയ്യുമ്പോൾ നിന്റെ മകളിൽ കൂടെ ദൈവത്തിന്റെ ശക്തി ആ പേഷ്യന് മേൽ ഇറങ്ങണം കർത്താവെ. അപ്പച്ച, ഒരു വലിയ ദൈവപ്രവൃത്തി ആ ഭവനത്തിനുള്ളറയിൽ നടക്കണം കർത്താവെ. ഇല്ലാത്തതിന് ഉള്ളതുപോലെ വിളിച്ചു വരുത്തുന്ന അവയവത്തെ എല്ലാം സൃഷ്ടിക്കുന്ന കർത്താവെ, ഇന്ന് രാത്രി നിന്റെ മകളുടെ പൂർണ്ണ സൗഖ്യത്തെ കൊടുക്കണമേ, പൂർണ്ണ സൗഖ്യത്തെ കൊടുക്കണം കർത്താവെ. അതിവേഗത്തിലോടുന്ന വചനത്തിന്റെ ശക്തി ഉച്ചി മുതൽ ഉള്ളംകാല് വരെ വ്യാപരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ്. അങ്ങേ തൊട്ടവരും സൗഖ്യമായിട്ടുണ്ടല്ലോ കർത്താവെ. അപ്പച്ച, ആരും രോഗികളായി കിടക്കയിൽ അഭയം പ്രാപിപ്പാൻ ഇടയാക്കല്ലേ കർത്താവെ. കിടക്ക വിട്ട് എഴുന്നേറ്റ് നടക്കുവാൻ തക്കവണ്ണം ദൈവത്തിന്റെ കാര്യം പിടിച്ച് രോഗിയെ എഴുന്നേൽപ്പിച്ച കർത്താവെ, നിന്റെ രോഗബന്ധനങ്ങളെ അഴിച്ചിരിക്കുന്നെന്ന് പറഞ്ഞ കർത്താവെ. അപ്പച്ച, രോഗത്തിന്റെ എല്ലാ അവസ്ഥകളും നിന്റെ മകളെ വിടുവിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. നോക്കുന്ന മകളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുക കർത്താവിടെ. ശരീരാത്മദേഹങ്ങളെ ബലപ്പെടുത്തണം. പ്രാർത്ഥനാ വിഷയങ്ങളെ അങ്ങ് അറിയുന്നല്ലോ കർത്താവെ. യൂട്രസിലുള്ള മുഴയെ എൻ്റെ കർത്താവ് എടുത്തു മാറ്റണം. ഇനി വരുന്ന 23-ാം തീയതി നടക്കുന്ന സ്കാനിങ് കർത്താവ് ഒരു അത്ഭുതമായി മാറണമേ കർത്താവെ. ഞങ്ങൾക്ക് കഴിവില്ലപ്പാ, കഴിവുള്ളവന്റെ പാദപീഠത്തിലാണ് ഏൽപ്പിക്കുന്നത്. അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന അപ്പച്ചൻ്റെ കാര്യം തൊടണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. സ്തോത്രം. ഞങ്ങളുടെ വിവാഹപ്രായമായ എല്ലാ കുഞ്ഞുങ്ങളെ അങ്ങയുടെ കരങ്ങളിൽ പേര് പറഞ്ഞ് ഏൽപ്പിക്കുക കർത്താവേ. ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കാതെ വണ്ണം തടഞ്ഞു വെച്ചിരിക്കുന്ന എല്ലാ അവസ്ഥകൾ കർത്താവേ മാറ്റം വരണം അപ്പച്ച. കർത്താവേ, നീ വാഗ്ദത്തം പറഞ്ഞതാപ്പാ, വേഗത്തിൽ വിവാഹങ്ങളെല്ലാം അവിടുന്ന് ക്രമീകരിച്ചു കൊടുത്തേ മതിയാകത്തുള്ളൂ കർത്താവേ. ആരും തുണയില്ലാതിരിപ്പാൻ ഇടയാക്കല്ലേ. മനുഷ്യ
കർത്താവേ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെല്ലാവർക്കും തക്കതായ തുണ ഏതെനിൽ അപ്പാ അവിടുന്ന് ജാതത്തിന് ഔവയെ കൊടുത്തതുപോലെ, അബ്രഹാമിന് സാറയെ കൊടുത്ത പോലെ, ഇസാക്കിന് റബേക്കയെ കൊടുത്തതുപോലെ സ്വർഗത്തിലെ ദൈവം എല്ലാ കുഞ്ഞുങ്ങൾക്കും ഒരുക്കി വെച്ച് വെളിപ്പെടുത്തി വരട്ടെ കർത്താവേ. വിവാഹം വേഗത്തിൽ നടക്കുവാൻ കർത്താവേ അത്ഭുതം ചെയ്യണേ. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ആ കാനാവിലെ കല്യാണത്തെക്കുറിച്ച് കർത്താവേ കുറവ് തീർത്ത കർത്താവേ, അതിയുടെ മാനപാത്രങ്ങളാക്കിയ കർത്താവേ, എല്ലാവരുടെയും വിവാഹം നല്ല അനുഗ്രഹമാക്കി തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇത് യഹോവയാൽ സംഭവിച്ചെന്ന് പറയുവാൻ, മനുഷ്യന്റെ ദൃഷ്ടിയിൽ ആശ്ചര്യം എന്ന് പറയത്തക്ക നിലവാരത്തിൽ എല്ലാ വിവാഹത്തെയും ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക കർത്താവേ. ബാബുറിന്റെ മകളുടെ വിവാഹത്തെ ഏൽപ്പിക്കുന്നു കർത്താവേ. എൻ്റെ മകളുടെ സാഹചര്യം ഒക്കെ അറിയുന്നല്ലോ, എല്ലാത്തിനും കർത്താവിൻ്റെ ഒരു സാന്നിധ്യം അവിടെ ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുക കർത്താവേ. ജോലിയില്ലാതെ ഭാരപ്പെടുന്ന കുഞ്ഞുങ്ങളുണ്ട്. അപ്പച്ചാ സിജോയെ അങ്ങയുടെ കാര്യങ്ങളിൽ ഏൽപ്പിക്കുക കർത്താവേ. കർമ്മേൽ പ്രയർ ഗ്രൂപ്പിൽ കയറി അന്ന് മുതൽ ഇന്നുവരെയും കർത്താവിൻ്റെ സന്നിധിയിൽ ഇരിക്കുന്നല്ലോ കർത്താവേ. അങ്ങയ്ക്ക് വേണ്ടി ശക്തമായി പ്രയോജനപ്പെടുവാൻ നിന്റെ പൈതലിനെ ഇടയാക്കണം. ഈ ലോകത്ത് ജീവിക്കണവനൊരു വഴിയും വാതിലും തുറന്നു കൊടുത്തേ മതിയാകത്തുള്ള അപ്പച്ച. ഞങ്ങളുടെ പ്രിൻസിയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു, അതുപോലെ മഞ്ജുഷയെ ഓർത്ത് പ്രാർത്ഥിക്കുക കർത്താവെ. അങ്ങനെ ഞങ്ങളുടെ ഗ്രൂപ്പിൽ നിവ്യയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അങ്ങനെ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്കെല്ലാം ജോലിയില്ലാതെ ഭാരപ്പെടുന്നല്ലോ കർത്താവെ. എല്ലാവർക്കും അനുഗ്രഹിക്കപ്പെട്ട ജോലി, അനുഗ്രഹിക്കപ്പെട്ട ഭാവി, അനുഗ്രഹിക്കപ്പെട്ട കുടുംബം, അനുഗ്രഹിക്കപ്പെട്ട തലമുറകളെ എല്ലാം കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. രാത്രികാലം ഈ കർമ്മേലിൽ കയറി ഓരോ കുടുംബങ്ങളെ, അവരുടെ ആവശ്യങ്ങളെ, അവരുടെ പ്രാർത്ഥനാ വിഷയങ്ങളെ കർത്താവെ ഇന്ന് രാത്രികാലം കേട്ടതുപോലെ കർത്താവേ സക്കായി കർത്താവിനെ കാണാൻ വന്നല്ലോ അപ്പാ. അവൻ ആൾ കുറിയവനായിട്ടും കർത്താവെ അവൻ്റെ ഹൃദയത്തിൻ്റെ ആഗ്രഹം അവിടുന്ന് സാധിപ്പിച്ച് കർത്താവിൻ്റെ ഭവനത്തിൽ ചെന്ന് ഇവനും അബ്രഹാമിൻ്റെ മകനാകയാൽ നീ വീടിന് രക്ഷ എന്ന് പറയത്തക്ക നിലവാരത്തിൽ അവൻ്റെ ഹൃദയത്തെ മാനസാന്തരപ്പെടുത്തുവാനൊക്കെ ദൈവം ഇടയാക്കിയതുപോലെ ഇന്ന് രാത്രി കർത്താവെ നെഹമ്യാവിനെ പോലെ ദൂരദേശത്ത് നിന്ന് പലവിധമായ വർത്തമാനങ്ങൾ ഞങ്ങളുടെ കാതുകളിൽ കേൾക്കുമ്പോൾ ഞങ്ങൾക്ക് കരയുവാനല്ലാതെ ഒന്നും കഴിയത്തില്ല അങ്ങാണ് സകലത്തിനും മതിയായവൻ കർത്താവെ. അങ്ങയുടെ അടുക്കൽ വന്നവരെ ആരെ അങ്ങ് വെറുതെ അയച്ചിട്ടില്ലല്ലോ. ഇന്ന് രാത്രി കാലം ഞങ്ങൾ ഒരുമിച്ച് എല്ലാ പ്രിയപ്പെട്ടവരുടെയും അക്കമിട്ട് ഓരോ പ്രാർത്ഥനാ വിഷയം അവർ ദൈവസന്നിധി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളെല്ലാം സ്തോത്രത്തോടെ ഞങ്ങൾ അപ്പൻ്റെ പാദപീഠത്തിൽ ഏൽപ്പിക്കുക. അധ്വാനിക്കുന്നവർ ഭാരം ചുമക്കുന്നവരുമായുള്ളവർ എൻ്റെ അടുക്കൽ വരുവി, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാമെന്നാണ് പറഞ്ഞത്. നിന്റെ ഭാരം എൻ്റെ മേലിട്ടുകൊള്ളുക, ഞാൻ നിന്നെ പുലർത്താം. നീതിമാൻ ഒരു നാളും കുലുങ്ങിപ്പോകാൻ സമ്മതിക്കത്തില്ലെന്ന് പറഞ്ഞ കർത്താവേ, എന്റെ കർത്താവേ എന്നെ രാത്രി എല്ലാ പ്രാർത്ഥനാ വിഷയങ്ങളും സ്തോത്രത്തോടൊപ്പം കാര്യങ്ങൾ ഏൽപ്പിച്ച് പ്രാഹോവ ശ്രദ്ധ വെച്ച് കേട്ട് മറുപടി തന്ന് മാനിക്കുന്ന വിശ്വസ്തതയ്ക്കായി സ്തോത്രം. ഓരോ കുടുംബങ്ങളെയും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഓരോ ദിവസം നടക്കുന്ന മീറ്റിംഗ് ഏറ്റവും അനുഗ്രഹമാക്കി തീർക്കണമേ. നാളെ നടക്കുന്ന മീറ്റിംഗ് അനുഗ്രഹമാക്കി തീർക്കണം. നാളെ കയറുന്നത് അഭിഷേകത്തിനെ അങ്ങയുടെ കാര്യങ്ങളിൽ ഏൽപ്പിക്കുന്നു. പ്ലിമൂത്തിന്റെ പട്ടണത്തെ ശക്തമായി ഉപയോഗിക്കുന്നതിനായി സ്തോത്രം. ഇന്ന് രാത്രികാലം ഇത്രത്തോളം സമയം ഞങ്ങൾക്ക് പ്രാർത്ഥിക്കുവാന്, പാടുവാന്, സങ്കീർത്തനം പ്രബോധിപ്പിക്കുവാന്, അനുഗ്രഹിക്കപ്പെട്ട വചനം കേൾക്കുവാനൊക്കെ സഹായിച്ച് എല്ലാം അങ്ങയുടെ നാമമഹത്വമായി തീരണം. ഞങ്ങളുടെ ആരുടെയും കുറവുകൾ ഞങ്ങളുടെ അനുഗ്രഹത്തിന് തടസ്സമായി തീരില്ല. ഞങ്ങളുടെ പൂർവ്വപിതാക്കന്മാരുടെ പാപങ്ങളെല്ലാം ഇന്ന് രാത്രികാലം ഞങ്ങൾ ഒരുമിച്ച് അങ്ങയുടെ പാദപീഠത്തിൽ ഏൽപ്പിക്കുക. ഞങ്ങൾ അറിയാതെ അറിഞ്ഞും കർത്താവ് ഞങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയ എല്ലാ കുറവുകളെയും ഞങ്ങൾ ഏൽപ്പിച്ചു തരുന്നു കർത്താവ്. ഇപ്പോഴും ദൈവമേ ഈ സ്ഥലത്ത് കഴിക്കുന്ന പ്രാർത്ഥനയ്ക്ക് നിന്റെ കണ്ണ് തുറന്നിരിക്കണം, നിന്റെ ചെവി ശ്രദ്ധിച്ചിരിക്കണം. നിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന നിന്റെ ജനം തങ്ങളെ തന്നെ താഴ്ത്തി പ്രാർത്ഥിച്ചിട്ട് മുഖം അന്വേഷിക്കുമ്പോൾ ഞാൻ സ്വർഗത്തിൽ നിന്ന് കേട്ടവരുടെ പാപം ക്ഷമിച്ച് ദേശത്തിന് സൗഖ്യം വരുത്തി തരാമെന്ന് പറഞ്ഞ കർത്താവ് എല്ലാ പ്രിയപ്പെട്ടവരുടെയും വിഷയങ്ങളെ അവിടുന്ന് കേട്ട് മറുപടി തന്ന് മാനിക്കാൻ പോകുന്ന വിശ്വസ്തയ്ക്കായി സ്തോത്രം. അടിയനെ സമ്പൂർണമായി താഴ്ത്തുന്നു. പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം. സകലതും ഇന്ന് രാത്രിക്കാലം എല്ലാവർക്കും സ്വരമാ ഉറക്കത്തെ കൊടുക്കണം കർത്താവ്. ഞാൻ സമാധാനത്തോടെ കിടന്നുറങ്ങി, നീയല്ലോ യഹോവേ നീ നിർഭയം വസിക്കുമാറാക്കുന്നെന്ന് പറയത്തക്ക നിലവാരത്തിൽ നീ എല്ലാവരെയും താങ്ങണമേ, എഴുന്നേൽപ്പിക്കണമേ. സ്വരമാ ഉറക്കം കൊടുക്കണം. പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം. സകലതും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ താഴ്മയോടെ ചോദിക്കുന്നു. കൃപയോട് കേട്ട് ഉത്തരമരുളുമാറാകണമേ. ആമേൻ, ആമേൻ, ആമേൻ. പിതാവായ ദൈവത്തിന്റെ സ്നേഹം, പുത്രനായ ക്രിസ്തുവിന്റെ സമാധാനം, ആശ്വസിപ്പിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ സംസർഗവും കൂട്ടായ്മയും നാം പ്രാർത്ഥിച്ച എല്ലാ പ്രാർത്ഥനാ വിഷയങ്ങളെയും അതിന് സംസാരിച്ച ദൈവദാസനെയും ദൈവദാസന്റെ കുടുംബങ്ങളെയും രാത്രി കയറിയ ഓരോ കുടുംബങ്ങളെയും എല്ലാ അപ്പന്റെ കാര്യങ്ങളിൽ സ്തോത്രത്തോടെ ഏൽപ്പിച്ച് അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. അവിടെ നമ്മുടെ പ്രാർത്ഥന കേട്ടിരിക്കുക. സ്തോത്രം.
നമ്മുടെ പ്രാർത്ഥന കേട്ടതിനായി നമ്മൾ സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുവേ വരണമേ. ഗോഡ് ബ്ലസ് യു ഓൾ. ഗുഡ് നൈറ്റ് ഓൾ. താങ്ക് യു. താങ്ക് യു. ഗോഡ് ബ്ലസ് യു.